ഹായ്, വെൽക്കം ടു റേസ് കേരള യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ലാസ്റ്റ് വീക്കിലെ ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ October 3 തൊട്ട് October 9 വരെയുള്ള ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് മുമ്പുള്ള വീഡിയോസൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്. സോ കാണാത്തുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ യൂട്യൂബ് ചാനൽസിൽ നിന്ന് അവിടുന്ന് ആ വീഡിയോസ് എല്ലാം കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോൻ്റെ ലാസ്റ്റിലായിട്ട് നമ്മൾ ലാസ്റ്റ് വീക്ക് കണ്ട കറണ്ട് അഫയേഴ്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു വീഡിയോ കാണാത്തുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം വന്നിട്ട് ഈ ഒരു ക്വിസ് അറ്റൻഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ നോക്കുന്നത് ഇന്ന് October 3 തൊട്ട് October 9 വരെയുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഓക്കെ, ഇന്ത്യയുടെ ഫസ്റ്റ് വീനസ് മിഷനെ കുറിച്ച് നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ട് കറണ്ട് അഫയേഴ്സിൽ. അപ്പം ഇന്ത്യാസ് ഫസ്റ്റ് വീനസ് മിഷൻ്റെ പേര് എന്താണ് എന്നുള്ളത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ പേരെന്ന് പറയുന്നത് ശുക്രയാൻ 1 എന്നാണ് അതിൻ്റെ പേര്. അപ്പം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഏത് സ്പേസ് ഏജൻസിയുടെ കൂടെ ചേർന്നിട്ടാണ് ഈ ശുക്രയാൻ 1 ഇന്ത്യ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തത് ഏത് വർഷമാണ് ഈ ഒരു മിഷൻ പ്ലാൻ ചെയ്തേക്കുന്നത്. ഈ രണ്ട് ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമുക്ക് എക്സാമിൽ പല രീതിയിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ശുക്രയാൻ 1 എന്ന് പറയുന്നത് ഏത് പ്ലാനറ്റിൻ്റെ ഇന്ത്യയുടെ ഏത് പ്ലാനറ്റിലേക്കുള്ള ഫസ്റ്റ് മിഷനാണ് എന്ന് ചോദിക്കാം. അപ്പോൾ അതെന്ന് പറയുന്നത് വീനസ് ആണ്. അതേപോലെ തന്നെ അതിൻ്റെ പേര് ചോദിക്കാൻ ഡയറക്റ്റ്ലി ശുക്രയാൻ 1 എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഏത് ഏജൻസിയുടെ കൂടെ ചേർന്നിട്ട് ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രഞ്ച് സ്പേസ് ഏജൻസിയുടെ കൂടെ അല്ലെങ്കിൽ ഫ്രാൻസിൻ്റെ കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത്. അതേപോലെ തന്നെ ഏത് വർഷമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2025 ഈ ഒരു മിഷൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ ഈ 4 ക്വസ്റ്റ്യനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ്, ഫ്രൈറ്റ് ബിസിനസ് ഡെവലപ്മെൻറ്റ്. ഇതിപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ ഇന്ത്യയിലുള്ള ഏത് ഫ്രൈറ്റ് സർവീസ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ സർവീസാണ് ഈ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്തത്. സോ ഈ ഒരു സംഭവം കൊണ്ട് ആക്ച്വലി ഉദ്ദേശിക്കുന്നത് അതിൻ്റെ കസ്റ്റമേഴ്സിനെല്ലാം ഈ ഒരു ട്രാൻസ്പോർട്ട് ഇതുവഴി ട്രാൻസിറ്റ് ആകുന്ന കസ്റ്റമേഴ്സിനെല്ലാം അവർക്ക് മാക്സിമം ആയിട്ടുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക, ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഫ്രൈറ്റ് ബിസിനസ് ഡെവലപ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവർക്ക് ആവശ്യമായിട്ടുള്ള കുറേ ഇൻഫർമേഷൻസ് ലൈക്ക് നമ്മുടെ GIS മാപ്പിംഗ്, അതേപോലെ തന്നെ കൺസൈൻമെൻറ്റ് ട്രാക്കിംഗ്, അതേപോലെ റിച്ച് ഫ്രൈറ്റ് കാൽക്കുലേറ്റർ, അതേപോലെ റേറ്റ് കാൽക്കുലേറ്റേഴ്സ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സംഭവങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക. എസ്പെഷ്യലി ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിനൊക്കെ അത് കൂടുതൽ നമ്മുടെ ആ ഒരു സർവീസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് ഈ ഒരു പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇതുവഴി റവന്യൂ മാക്സിമം ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഫ്രൈറ്റ് ബിസിനസ് ഡെവലപ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് റീസെൻ്റ്ലി ലോഞ്ച് ചെയ്തത് ഏത് കമ്പനിയാണ്? സോ ഇത് റീസെൻ്റ്ലി ലോഞ്ച് ചെയ്ത ഓർഗനൈസേഷൻ നമ്മുടെ ഇന്ത്യൻ റെയിൽവേ തന്നെയാണ്. ഇന്ത്യൻ റെയിൽവേ ആണ് റീസെൻ്റ്ലി ഫ്രൈറ്റ് ബിസിനസ് കോറിഡോർ ലോഞ്ച് ചെയ്തത്. സോ നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ ആ ഒരു റവന്യൂ മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു പരിപാടി ഇപ്പോൾ ലോഞ്ച് ചെയ്തേക്കുന്നത്. സോ ഇതിൽ കുറേ കുറേ ഫെസിലിറ്റീസ്, കുറേ ഇൻഫർമേഷൻ, കുറേ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുകയാണ് ഈ ഒരു പ്രോഗ്രാം കൊണ്ട് മെയിൻലി ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ റെയിൽവേയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് നമ്മുടെ ഇന്ത്യൻ റെയിൽവേ ഒരു വർഷം നടത്തുന്ന ഒരു ഫ്രൈറ്റ് ട്രാഫിക് എന്ന് പറയുന്നത് ഏകദേശം 1.2 ബില്യൺ ഓഫ് ഫ്രൈറ്റ് ട്രാഫിക്കാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അത് ചെയ്യുന്നത് ഓൾമോസ്റ്റ് നമ്മുടെ ഇന്ത്യയിലുള്ള 68,000 കിലോമീറ്റർ റെയിൽ നെറ്റ്വർക്കിൽ കൂടാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത്. നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ 68,000 കിലോമീറ്റർ റെയിൽ നെറ്റ്വർക്കിൽ കൂടാണ് ഈ ഒരു ഫ്രൈറ്റ് സർവീസ് നമ്മുടെ ഇന്ത്യൻ റെയിൽവേ ഓരോ വർഷവും ചെയ്യുന്നത്. നെക്സ്റ്റ്, റീസെൻ്റ്ലി ഒരു 2 ന്യൂ സ്പീഷീസ് ഓഫ് വെറ്റ്ലാൻഡ് പ്ലാന്റ്സിനെ ഡിസ്കവർ ചെയ്തു. അപ്പം നമ്മുടെ വെസ്റ്റേൺ ഘാട്ട് ഏരിയയിലെ ഏത് 2 സ്റ്റേറ്റിൽ നിന്നാണ് ഈ ഒരു വെറ്റ്ലാൻഡ് പ്ലാന്റ്സിനെ ഇപ്പോൾ റീസെൻ്റ്ലി ഡിസ്കവർ ചെയ്തത്? സോ അഗക്കാർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്, അവിടുത്തെ സയൻറ്റിസ്റ്റുകളാണ് ഈ ഒരു 2 ന്യൂ സ്പീഷീസ് ഓഫ് പൈപ്പ് വോട്ട് വെറ്റ്ലാൻഡ് പ്ലാന്റിനെ ഡിസ്കവർ ചെയ്തത്. എന്തുകൊണ്ട് ഇത് ഇത്രയും ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി വെറ്റ്ലാൻഡ് എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ആ വെറ്റ്ലാൻഡിലുള്ള പ്ലാന്റ്സ്, അതും ആ ഒരു ഏരിയയിൽ മാത്രം കണ്ടുവരുന്ന പ്ലാന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ 2 ന്യൂ സ്പീഷീസ് ഓഫ് പൈപ്പ് വോട്ടാണ് ഇപ്പം റീസെൻ്റ്ലി ഡിസ്കവർ ചെയ്തത്. അപ്പം ഏത് 2 വെസ്റ്റേൺ ഘാട്ട്സിലുള്ള സ്റ്റേറ്റിൽ നിന്നാണ് അത് ഡിസ്കവർ ചെയ്തത്? സോ അത് ചെയ്തത് മഹാരാഷ്ട്രയും കർണാടകയിൽ നിന്നാണ് ഇപ്പം 2 ന്യൂ സ്പീഷീസ് ഓഫ് വെറ്റ്ലാൻഡ് പ്ലാന്റ്സിനെ ഡിസ്കവർ ചെയ്തത്. നെക്സ്റ്റ്, ഇൻ്റർനാഷണൽ ഡേ ഓഫ് നോൺ വയലൻസ് നമ്മൾ എന്നാണ് ഒബ്സർവ് ചെയ്യുന്നത്? സോ നോൺ വയലൻസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ഓർമ്മ വരുന്നത് മഹാത്മാഗാന്ധിയാണ്. സോ ഡെഫിനറ്റ്ലി മഹാത്മാഗാന്ധിയുടെ ബർത്ത് ആനിവേഴ്സറി അന്നാണ് നമ്മൾ ഈ നോൺ വയലൻസ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഡേ ഓഫ് നോൺ വയലൻസ്, യുണൈറ്റഡ് നേഷൻസിൻ്റെ ഇൻ്റർനാഷണൽ ഡേ ഓഫ് നോൺ വയലൻസ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഓക്കെ, റീസെൻ്റ്ലി ഇന്ത്യയിലുള്ള ഏത് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഏത് സിറ്റിയാണ് ഒരു ബയോഡൈവേഴ്സിറ്റി മാപ്പിംഗ് നടത്തിയത്? ആ ഒരു സിറ്റിയിലെ റിച്ച് ഫ്ലോറ ആൻഡ് ഫനയുടെ.
സോ ആ ഒരു സംഭവം നടത്തിയത് നമ്മുടെ മുംബൈ സിറ്റിയുടെയാണ്. മുംബൈ സിറ്റിയുടെ ബയോഡൈവേഴ്സിറ്റി മാപ്പ്, റിച്ച് ഫ്ലോറ ആൻഡ് ഫനയുടെ ബയോഡൈവേഴ്സിറ്റി മാപ്പാണ് റീസെൻ്റ്ലി ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ പേര് കൊടുത്തേക്കുന്നത് തന്നെ ഇത് ബയോഡൈവേഴ്സിറ്റി മാപ്പ് ഓഫ് മുംബൈ എന്നാണ് ഇതിൻ്റെ ഒരു പേര് കൊടുത്തേക്കുന്നത് തന്നെ. ആൻഡ് ആരാണ് ഇത് ചെയ്തത് എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ചെയ്തത് റോഹൻ ചക്രവർത്തിയാണ് ഈ ഒരു സംഭവം ചെയ്തത്. റോഹൻ ചക്രവർത്തിയാണ് ഈ ഒരു സംഭവം ചെയ്തത്. ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് ആണ് നമ്മുടെ ഇന്ത്യയിൽ ഈ ഒരു സംഭവം. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ്, ഓക്കെ, ഇപ്പം റീസെൻ്റ്ലി നമ്മളുടെ സെൻട്രൽ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി റീസെൻ്റ്ലി ആസ്കോൺ ഫേസ് 4 നെറ്റ്വർക്കിൻ്റെ എസ്റ്റാബ്ലിഷിന് വേണ്ടിയുള്ള അപ്രൂവൽ ഇപ്പോൾ റീസെൻ്റ്ലി കൊടുത്തു. അപ്പോൾ എന്താണ് ആസ്കോൺ ഫേസ് 4 നെറ്റ്വർക്ക്? ഇപ്പോൾ ആസ്കോൺ ഫേസ് 4 നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർമി സ്റ്റാറ്റിക് സ്വിച്ച്ഡ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് എന്നാണ് ഈ ആസ്കോൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അതിൻ്റെ ഫേസ് 4 നെറ്റ്വർക്കിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചെയ്യാനുള്ള പ്രപ്പോസലാണ് ഇപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ സെൻട്രൽ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി അത് ക്ലിയർ ചെയ്തത്. സോ ഏകദേശം 7,796.39 crores ആണ് ഇതിനു വേണ്ടി ചിലവാക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോർഡർ ഏരിയയിൽ, നമ്മുടെ ഇൻ്റർനാഷണൽ ബോർഡേഴ്സിൽ നമ്മുടെ കൺട്രിയുടെ, അതേപോലെ തന്നെ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിലും LOC ലൈൻ ഓഫ് കൺട്രോളിലൊക്കെ സിംപ്ലി നമ്മുടെ ബോർഡർ ഏരിയാസിൽ ആർമിയുടെ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനെ ഇമ്പ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഈ ഒരു ആസ്കോൺ ഫേസ് 4 നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പം ഇതുവഴി എന്താ പറയുക, ഒരുപാട് നമ്മുടെ ആർമിയെ കുറേ കൂടി സ്ട്രോങ് ആക്കുക കമ്മ്യൂണിക്കേഷനിലും ബാക്കിയുള്ള കാര്യങ്ങളിലും, എസ്പെഷ്യലി നമ്മുടെ ബോർഡർ ഏരിയയിലുള്ള ഇപ്പോഴത്തെ സെക്യൂരിറ്റി ഇഷ്യൂസ് കാരണം കൂടിയാണ് ഈ ഒരു സംഭവം ഈ ഒരു ഫേസ് 4ലേക്ക് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് സിസ്റ്റത്തിനെ കൊണ്ടുപോകാൻ ഇപ്പം റീസെൻ്റ്ലി നമ്മുടെ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി അപ്രൂവൽ കൊടുത്തത്. സോ ആ ഒരു സംഭവം ആർമി ആയിട്ട് റിലേറ്റഡ് ആണ്. ആർമി സ്റ്റാറ്റിക് സ്വിച്ച്ഡ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് എന്നാണ് ഇതിൻ്റെ ഒരു ഫുൾ ഫോം തന്നെ. സോ റീസെൻ്റ്ലി നമ്മുടെ സെൻട്രൽ ക്യാബിനറ്റ് ഓൺ സെക്യൂരിറ്റി ഈ ഒരു സംഭവത്തിന് അപ്രൂവൽ കൊടുത്തു. നെക്സ്റ്റ്, CII കൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി, ഇതിൻ്റെ ലൈഫ് സയൻസ് കോൺക്ലേവ് 2020 ഇപ്പോൾ റീസെൻ്റ്ലി നടന്നു. അപ്പോൾ ആരാണ് അതിൽ ഇന്ത്യയെ റെപ്രസെൻറ്റ് ചെയ്തത്? CII ലൈഫ് സയൻസ് കോൺക്ലേവ് 2020 ഇതിപ്പോൾ റീസെൻ്റ്ലി നടന്നു. അപ്പോൾ ആരാണ് നമ്മുടെ ഇന്ത്യയെ ഈ ഒരു മീറ്റിങ്ങിൽ റെപ്രസെൻറ്റ് ചെയ്തത്? സോ ഇന്ത്യയെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്ത് സദാനന്ദ ഗൗഡയാണ്, നമ്മുടെ യൂണിയൻ മിനിസ്റ്റർ ഫോർ കെമിക്കൽ ആൻഡ് ഫെർട്ടിലൈസേഴ്സ്. സദാനന്ദ ഗൗഡയാണ് നമ്മുടെ ഈ ഒരു CII ലൈഫ് സയൻസ് കോൺക്ലേവ് 2020 ഇന്ത്യയെ റെപ്രസെൻറ്റ് ചെയ്തത്. നെക്സ്റ്റ്, റീസെൻ്റ്ലി ഏത് കൺട്രിയാണ് നമ്മുടെ ഇന്ത്യയുടെ മൈക്രോ എൻ്റർപ്രൈസസ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സ്ട്രീറ്റ് വർക്കേഴ്സ് അങ്ങനെയൊക്കെ ഇപ്പോൾ റീസെൻ്റ്ലി COVID-19 ഒരു സിറ്റുവേഷൻ കാരണം ഏറ്റവും കൂടുതൽ എഫക്റ്റായ ഇൻഫോർമൽ സെക്ടേഴ്സിലുള്ള ചെറിയ മൈക്രോ എൻ്റർപ്രൈസസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി $1.9 million US സപ്പോർട്ട് ഇപ്പോൾ റീസെൻ്റ്ലി തന്നത്. സോ ചെറിയ നമ്മുടെ ഇൻഫോർമൽ സെക്ടറിലുള്ള മൈക്രോ എൻ്റർപ്രൈസസ് അവർക്ക് വേണ്ടിയാണ് ഈ ഒരു സപ്പോർട്ട് ഇപ്പോൾ റീസെൻ്റ്ലി ആ ഒരു കൺട്രി ഓഫർ ചെയ്തേക്കുന്നത്. $1.9 million സപ്പോർട്ടാണ് കമ്മിറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഏത് കൺട്രിയാണ് അത് ചെയ്തേക്കുന്നത്? സോ അത് ചെയ്തേക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്, നമ്മുടെ US ആണ് നമ്മുടെ ഇന്ത്യയിലെ മൈക്രോ എൻ്റർപ്രൈസസ് ഇൻഫോർമൽ സെക്ടറിലുള്ള വർക്കേഴ്സിന് വേണ്ടി $1.9 million സപ്പോർട്ട് ഇപ്പോൾ റീസെൻ്റ്ലി കമ്മിറ്റ് ചെയ്തത്. നെക്സ്റ്റ്, 4th വേൾഡ് കോൺഫറൻസ് ഓൺ വുമൺ ഇത് റീസെൻ്റ്ലി നടന്നു. അപ്പം ഇതിൽ ഇന്ത്യയെ റെപ്രസെൻറ്റ് ചെയ്തത് ഏത് സെൻട്രൽ മിനിസ്റ്ററാണ്? സോ 4th വേൾഡ് കോൺഫറൻസ് ഓൺ വുമൺ ഈ ഒരു സംഭവത്തിൻ്റെ മീറ്റിംഗ് ഇപ്പോൾ റീസെൻ്റ്ലി നടന്നു. അപ്പം ഈ ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ വുമൻസ് ആൻഡ് ചൈൽഡ്സിനെ മാക്സിമം എംപവർ ചെയ്യുക, അവരുടെ ജെൻഡർ ഇക്വാലിറ്റി അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഉള്ള മീറ്റിംഗ് ആയിരുന്നു ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ആരാണ് ഈ ഒരു മീറ്റിങ്ങിനെ റെപ്രസെൻറ്റ് ചെയ്തത്? സോ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഈ ഒരു മീറ്റിങ്ങിനെ റെപ്രസെൻറ്റ് ചെയ്ത് നമ്മുടെ മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്മൃതി സുബിൻ ഇറാനിയാണ് നമ്മുടെ ഇന്ത്യയെ റെപ്രസെൻറ്റ് ചെയ്തത്. നമ്മുടെ മിനിസ്റ്റർ ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്മൃതി സുബിൻ ഇറാനിയാണ് നമ്മുടെ ഈ ഒരു 4th വേൾഡ് കോൺഫറൻസ് ഓൺ വുമൺ ഈ ഒരു മീറ്റിങ്ങിൽ നമ്മുടെ ഇന്ത്യയെ റെപ്രസെൻറ്റ് ചെയ്തത്. നെക്സ്റ്റ്, വയബിൾ ഹൈപ്പർലൂപ്പ് കോറിഡോർ ഫ്രം ബാംഗ്ലൂർ എയർപോർട്ട്. ഇപ്പോൾ റീസെൻ്റ്ലി നമ്മളുടെ ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡും ഏത് ഏജൻസി കൂടി ചേർന്നിട്ടാണ് റീസെൻ്റ്ലി ഒരു MOU സൈൻ ചെയ്ത്, ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് ആണ് ഇതും. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു MOU സൈൻ ചെയ്ത് ഒരു ഹൈപ്പർലൂപ്പ് കോറിഡോർ സിസ്റ്റം കൊണ്ടുവരാൻ വേണ്ടി. അപ്പോൾ എന്താണ് ഈ ഒരു ഹൈപ്പർലൂപ്പ് കോറിഡോർ സിസ്റ്റം?
ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റമാണ്. ഈ ഒരു പ്രോഗ്രാം കൊണ്ട് ആക്ച്വലി ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്ന് ബാംഗ്ലൂർ സെൻട്രൽ വരെ വരാനുള്ള ഒരു ടൈം അത് വെറും 10 മിനിറ്റ് ആയിട്ട് ചുരുക്കുക ഈ ഒരു ഹൈപ്പർ ലൂപ്പ് സിസ്റ്റം വഴി എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയാണ് വേൾഡിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ഹൈപ്പർ ലൂപ്പ് സിസ്റ്റത്തിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കമ്പനിയായ വെർജിൻ ഹൈപ്പർ ലൂപ്പിനെ തന്നെ ആയിട്ട് MOU സൈൻ ചെയ്തേക്കുന്നത്. അപ്പം ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് വെർജിൻ ഹൈപ്പർ ലൂപ്പിൻ്റെ കൂടെ ചേർന്നിട്ടാണ് ഇപ്പോൾ റീസെൻ്റ്ലി MOU സൈൻ ചെയ്ത് ഒരു ഹൈപ്പർ ലൂപ്പ് കോറിഡോർ നെറ്റ്വർക്ക് കൊണ്ടുവരാൻ വേണ്ടി. ഈ ഒരു സംഭവം കൊണ്ടുവരുന്നത് നമ്മുടെ ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്ന് ബാംഗ്ലൂർ സെൻട്രൽ വരെയുള്ള ആ ഒരു ട്രാവൽ ഡിസ്റ്റൻസ് വെറും 10 മിനിറ്റ് ആയിട്ട് ചുരുക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറഞ്ഞാൽ, ഒന്ന്, ഇത് ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് ആണ് ഈ ഒരു ഹൈപ്പർ ലൂപ്പ് കോറിഡോർ സിസ്റ്റം കൊണ്ടുവരുന്നത്. ആൻഡ് വേറൊരു ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ലൈക്ക് ഇത് സക്സസ്ഫുൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇത് ഇന്ത്യയിലെ ഫസ്റ്റ് ഹൈപ്പർ ലൂപ്പ് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ആയിരിക്കും. അപ്പോൾ ഇതൊരു മാസ് ട്രാൻസിറ്റ് സിസ്റ്റം തന്നെയാണ്. അപ്പം വളരെ ഹൈ സ്പീഡ് മാസ് ട്രാൻസിറ്റ് സിസ്റ്റമാണ് ഇതെന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഗാന്ധി അവാർഡ്. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു 2020 ഗാന്ധി അവാർഡ് ആർക്കാണ് ലഭിച്ചത്? 2020 ഗാന്ധി അവാർഡ് ആർക്കാണ് ലഭിച്ചത്? സോ ആ ഒരു അവാർഡ് ലഭിച്ചത് നമ്മുടെ രാജ്യസഭയിലെ MP കൂടിയായ, അതേപോലെ തന്നെ ആം ആദ്മി പാർട്ടിയുടെ MP ആണ്. അപ്പം MP ആയ സഞ്ജയ് സിംഗിനാണ് ഗാന്ധി അവാർഡ് 2020 ലഭിച്ചത്. സോ ഈ ഒരു അവാർഡ് ആൾക്ക് ലഭിക്കാനുള്ള കാരണം എന്ന് പറയുന്നത്, ഈ ഒരു അവാർഡ് യൂഷ്വലി കൊടുക്കുന്നത് നമ്മുടെ മഹാത്മാഗാന്ധിയുടെ കുറിച്ചുള്ള എന്തെങ്കിലും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുക, അത് മഹാത്മാഗാന്ധിയുടെ ആ ഒരു മഹാത്മാഗാന്ധി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനത്തെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ് ഈ ഒരു അവാർഡ് മെയിൻലി കൊടുക്കുന്നത്. അതിൻ്റെ സഞ്ജയ് സിംഗ് ചെയ്ത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഇസ്രായേലിലുള്ള ഒരു ബിയർ ബോട്ടിലിൻ്റെ മേളിൽ മഹാത്മാഗാന്ധിയുടെ ഇമേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇമേജ് മാറ്റാൻ വേണ്ടി ഡിപ്ലോമാറ്റിക്കലി ഒരുപാട് വർക്ക് ചെയ്തു. അപ്പം അതിന് വേണ്ടിയാണ് ഈ ഒരു സഞ്ജയ് സിംഗിന് ഈ ഒരു അവാർഡ് ലഭിച്ചത്. അപ്പോൾ ആ ഒരു ഡിപ്ലോമാറ്റിക് ഇൻ്റർവെൻഷന് വേണ്ടിയാണ് ഈ ഒരു അവാർഡ് സഞ്ജയ് സിംഗിന് ലഭിച്ചത്, 2020 ഗാന്ധി അവാർഡ് ലഭിച്ചത്. നെക്സ്റ്റ്, റീസെൻ്റ്ലി RBI നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു 3-member ഇൻട്രീം കമ്മിറ്റി ഓഫ് ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്തു. ആ ഒരു കമ്മിറ്റിയെ ഹെഡ് ചെയ്യുന്നത് G. സുബ്രഹ്മണ്യ അയ്യർ ആണ് അത് ഹെഡ് ചെയ്യുന്നത്. അപ്പോൾ ഏത് ബാങ്കിലേക്കാണ് ഈ ഒരു അപ്പോയിൻമെൻറ്റ് ചെയ്തത്? അപ്പോൾ ഈ ഒരു ബാങ്കിലേക്ക് ഈ ഒരു സംഭവം ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്, ആക്ച്വലി RBI സാധാരണ പ്രൈവറ്റ് ബാങ്ക്സിലേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ കുറവാണ്. പക്ഷേ യൂഷ്വലി ഇതേപോലെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ചെയ്യേണ്ടി വരുന്ന എപ്പോഴാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എപ്പോഴെങ്കിലും ആ ഒരു ഏതെങ്കിലും മെർജറോ അതേപോലത്തെ എന്തെങ്കിലുമൊക്കെ സംഭവം നടക്കുമ്പോൾ ഒരു പുതിയ ഡയറക്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം വരുവാണെങ്കിൽ, ആ സമയത്ത് തൽക്കാലത്തേക്കും അവർ ആ ഒരു കോൺഫ്ലിക്റ്റ് തീർന്നതിന് ശേഷം അവരൊരു ഡയറക്ടറിനെ തീരുമാനിക്കുന്നവരെ തൽക്കാലത്തേക്ക് RBI ഒരു ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സിനെ അതിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലോട്ട് അപ്പോയിൻറ്റ് ചെയ്യുക ചെയ്യുന്നത്, അവർക്ക് ഇൻട്രീം കമ്മിറ്റി ഓഫ് ഡയറക്ടേഴ്സ് ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യുക ചെയ്യുന്നത്. അപ്പം യൂഷ്വലി RBI ഇങ്ങനൊരു സംഭവം ചെയ്യാറില്ല, പക്ഷേ ഇങ്ങനത്തെ ഒരു കോൺഫ്ലിക്റ്റ് സിറ്റുവേഷൻ വരുവാണെങ്കിൽ ചെയ്യാറുണ്ട്. സോ ഇപ്പോൾ റീസെൻ്റ്ലി ഏത് ബാങ്കിലേക്കാണ് ആ ഒരു സംഭവം ചെയ്തത്? അപ്പം പുതിയൊരു MDയും CEO ചാർജ് എടുക്കുന്നവരെയാണ് ഈ ഒരു സംഭവം ചെയ്തേക്കുന്നത്. അപ്പം ധനലക്ഷ്മി ബാങ്ക് ലിമിറ്റഡിലേക്കാണ് RBI റീസെൻ്റ്ലി 3-member ഇൻട്രീം കമ്മിറ്റി ഓഫ് ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്തത്. ആൻഡ് ആ ഒരു കമ്മിറ്റിയുടെ ഹെഡ് എന്ന് പറയുന്നത് G. സുബ്രഹ്മണ്യ അയ്യർ ആണ്. അപ്പം ഏത് ബാങ്കിലേക്കാണ് എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. സോ നമ്മുടെ ധനലക്ഷ്മി ബാങ്കിലേക്കാണ് ഈ ഒരു സംഭവം ചെയ്തത്. നമ്മുടെ ധനലക്ഷ്മി ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് മേ ബി ചോദിക്കാം. ബാങ്കിൻ്റെ എക്സാംസിലൊക്കെ കൂടുതൽ ചോദിക്കാൻ സാധ്യതയുണ്ട് ആ ഒരു ക്വസ്റ്റ്യൻ. സോ ആ ഒരു ധനലക്ഷ്മി ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ നമ്മുടെ തൃശ്ശൂരിലാണ് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. അപ്പോൾ ഏത് സ്റ്റേറ്റിലാണെന്നായിരിക്കും മിക്കവാറും ചോദിക്കുന്നത്. സോ കേരളത്തിലെ തൃശ്ശൂരാണ് ധനലക്ഷ്മി ബാങ്ക് ലിമിറ്റഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, നമ്മൾ ലാസ്റ്റ് കറണ്ട് അഫയേഴ്സിലും ഡിസ്കസ് ചെയ്ത ഒരു സംഭവമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ്. വേൾഡ് ലോങ്ങസ്റ്റ് ഹൈവേ ടണൽ റീസെൻ്റ്ലി നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഇനോഗ്രേറ്റ് ചെയ്തു. അപ്പോൾ എന്താണ് ആ ഒരു ടണലിൻ്റെ പേര്, ആരുടെ പേരിലാണ് ആ ടണൽ നെയിം ചെയ്തേക്കുന്നത്, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഇവിടെ നിന്ന് ചോദിക്കാം. സോ ടണലിൻ്റെ പേര് എന്ന് പറയുന്നത് അട്ടൽ ടണൽ എന്നാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അട്ടൽ ടണൽ എന്നാണ് ടണലിൻ്റെ പേര്. ഇതെന്ന് പറയുന്നത് വേൾഡ് ലോങ്ങസ്റ്റ് ഹൈവേ ടണലാണ്. രണ്ടാമത്തെ ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആരുടെ പേരിലാണ് ഈ ഒരു ടണൽ നെയിം ചെയ്തേക്കുന്നത് എന്നാണ്. അപ്പോൾ സോ നമുക്ക് അട്ടൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം, അട്ടൽ ബിഹാരി വാജ്പേയിയുടെ പേരിലാണ് ഈ ഒരു ടണൽ നെയിം ചെയ്തേക്കുന്നത്. അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എത്രയാണ് ഈ ഒരു ഹൈവേയുടെ ഈ ഒരു വേൾഡ് ലോങ്ങസ്റ്റ് ഹൈവേ ടണലിൻ്റെ
ലെന്ത് എന്ന് ചോദിക്കാം. സോ അതെന്ന് പറയുന്നത് 9 കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ 9.02 കിലോമീറ്റേഴ്സ് ആണ് ഇതിൻ്റെ ലെന്ത് എന്ന് പറയുന്നത്. ഏത് സ്റ്റേറ്റിലാണ് ഈ ഒരു ടണൽ കൊണ്ടുവന്നത് എന്ന് ചോദിക്കാം. സോ ആ ടണൽ കൊണ്ടുവന്നേക്കുന്നത് ഹിമാചൽ പ്രദേശിലാണ് ഈ ഒരു ടണൽ കൊണ്ടുവന്നേക്കുന്നത്. നമ്മുടെ മീൻ സീ ലെവലിൽ നിന്ന് എത്ര ഹൈറ്റിലാണ് ഈ ഒരു ടണൽ എന്നുള്ളത് മേ ബി ചോദിക്കാം. സോ അതെന്ന് പറയുന്നത് 3000 മീറ്റേഴ്സ് അല്ലെങ്കിൽ 3 കിലോമീറ്റേഴ്സ് മീൻ സീ ലെവലിൽ നിന്ന് 3 കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ 3000 മീറ്റേഴ്സ് എബവ് ആണ് ഈ ഒരു ടണൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 10,000 ഫീറ്റ് ആണെന്നും പറയാം. പിന്നെ അതേപോലെ വേറെ ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഈ ഒരു ടണൽ ഉണ്ടാക്കിയത് നമ്മുടെ ഇന്ത്യയിൽ ഏത് ഓർഗനൈസേഷനാണ് ഉണ്ടാക്കിയത് എന്ന് ചോദിക്കാം. സോ ബോർഡർ റോഡ് ഓർഗനൈസേഷനാണ് ഈ ഒരു ടണൽ ഉണ്ടാക്കിയേക്കുന്നത്. ബോർഡർ റോഡ് ഓർഗനൈസേഷനാണ് ഈ ഒരു ടണൽ ഉണ്ടാക്കിയേക്കുന്നത്. അതേപോലെ ഏത് ഹൈവേയിലാണെന്ന് ഇത് ചോദിക്കാം. സോ മണാലി ലീ വാലിയിലാണ് ഈ ഒരു സംഭവം കൊണ്ടുവന്നേക്കുന്നത്. പിന്നെ ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഏത് ഹിമാലയൻ റേഞ്ചസിൻ്റെ ഏത് റേഞ്ചിലാണ് ഈ ഒരു ടണൽ കൊണ്ടുവന്നേക്കുന്നത് എന്നുള്ളതും ചോദിക്കാം. സോ ഹിമാലയൻ റേഞ്ചസിലെ പീർ പഞ്ചൽ റേഞ്ചിലാണ് ഈ ഒരു ടണൽ കൊണ്ടുവന്നിരിക്കുന്നത്. പീർ പഞ്ചൽ റേഞ്ച് ഓഫ് ഹിമാലയസിലാണ് ഈ ഒരു ടണൽ കൊണ്ടുവന്നിരിക്കുന്നത്. സോ ആ ഒരു ക്വസ്റ്റ്യനും ഡെഫിനറ്റ്ലി ചോദിക്കാം. സോ അടൽ ടണൽ റോത്തങ് എന്നാണ് ഈ ടണലിൻ്റെ പേര്. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ് ഇന്നോഗ്രേറ്റ് ചെയ്ത വേൾഡ് ലോങ്സ്റ്റ് ഹൈവേ ടണലാണ് ഇതെന്ന് പറയുന്നത്. പിന്നെ വേറൊരു സംഭവം ചോദിക്കാമെന്ന് ചാൻസ് ഉള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഹൈവസ്റ്റ് മോട്ടോർവേ ടണൽ ഇൻ ദി വേൾഡ് എന്നും ചോദിക്കാം. ഹൈയസ്റ്റ് മോട്ടോർവേ ടണൽ ഇൻ ദി വേൾഡ് എന്നും ചോദിക്കാം. സോ ഹൈയസ്റ്റ് മോട്ടോർവേ ടണൽ ഇൻ ദി വേൾഡ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു അടൽ ടണലിനെയാണ് ഹൈയസ്റ്റ് മോട്ടോർവേ ടണൽ ഇൻ ദി വേൾഡ് എന്ന് പറയുന്നത്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ നല്ലപോലെ നോക്കിയിട്ട് പോയി ഈ ഒരു ക്വസ്റ്റ്യൻ ആൻഡ് ഉറപ്പായിട്ടും അപ്കമിങ് എക്സാംസിൽ ഉറപ്പായിട്ടും ചോദിക്കും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. നെക്സ്റ്റ് ഓക്കെ, നമ്മുടെ നരേന്ദ്രമോദി റീസെൻ്റ്ലി വൈഭവ് എന്ന് പറയുന്ന ഒരു സംഭവം ഇന്നോഗ്രേറ്റ് ചെയ്തു. സോ ആരാണ് ഇന്നോഗ്രേറ്റ് ചെയ്തതെന്നായിരിക്കും മിക്കവാറും എക്സാമിൽ ചോദിക്കുന്നത്. അപ്പം വൈഭവ് എന്നാണ് അതിൻ്റെ പേര്. സോ വൈഭവ് എന്ന അതിൻ്റെ ഒരു ഫുൾ ഫോം എന്ന് പറയുന്നത് ആക്ച്വലി വെർച്വൽ വൈശ്വ് ഭാരതീയ വൈജ്ഞാനിക് എന്നാണ് ഇതിൻ്റെ ഒരു ഫുൾ ഫോം. അപ്പോൾ ഈ ഒരു സംഭവം ലോഞ്ച് ചെയ്തേക്കുന്നത്, ഈ വൈഭവ് എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തേക്കുന്നത് ആക്ച്വലി നമ്മുടെ വേൾഡ് വൈഡോട് ഇന്ത്യയിലെ ഇന്ത്യൻ റിസർച്ചേഴ്സിനെ അല്ലെങ്കിൽ ഇന്ത്യൻ റിസർച്ചേഴ്സിനെ ഒരുമിച്ച് കൊണ്ടുവരിക, അതുവഴി വാക്സിൻ പ്രൊഡക്ഷൻ ചെയ്യുക എന്നുള്ളതാണ്. പുതിയ പുതിയ വാക്സിൻസ് അല്ലെങ്കിൽ നമ്മുടെ ഈ COVID-19 ഇൻക്ലൂഡിങ് അതേപോലത്തെ വാക്സിൻസ് ഡെവലപ്പ് ചെയ്യുക, അതിൻ്റെ പ്രൊഡക്ഷൻ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം റീസെൻ്റ്ലി ഇപ്പോൾ നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഇന്നോഗ്രേറ്റ് ചെയ്തു. സോ ഇൻഡിജീനിയസ് വാക്സിൻ പ്രൊഡക്ഷൻ ആണ് മെയിൻലി ഈ ഒരു പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് റിലേറ്റഡ് നമുക്ക് വേറെ ഒരു കറണ്ട് അഫയർ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യ ഏത് വർഷമാകുമ്പോഴത്തേന്നാണ് TB ട്യൂബർക്കുലോസിസ് നമ്മുടെ കൺട്രിയിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യാൻ ഇപ്പം വെച്ചേക്കുന്ന ടാർഗറ്റ് ഇയർ എന്ന് പറയുന്നത്. എക്സാമിൽ ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റൻ ആണ്, ഓർ മേ ബി ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഏത് വർഷമാകുമ്പോഴത്തേനാണ് TB നമ്മുടെ ഇന്ത്യയിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യാൻ ഇപ്പം നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് ടാർഗറ്റ് വെച്ചേക്കുന്നത്. സോ 2025 ആകുമ്പോഴത്തേനാണ് TB നമ്മുടെ കൺട്രിയിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യാനുള്ള ടാർഗറ്റ് ടൈം വെച്ചിരിക്കുന്നത്. നെക്സ്റ്റ് സുനിധി പ്രോജക്റ്റ് ഇപ്പോൾ റീസെൻ്റ്ലി ലോഞ്ച് ചെയ്തു. സുനിധി പ്രോജക്റ്റ് എന്ന് പറയുന്നത് ആക്ച്വലി അതിൻ്റെ ഒരു ഫുൾ ഫോം എന്ന് പറയുന്നത് സുപ്പീരിയർ ന്യൂ ജനറേഷൻ ഇൻഫോർമേഷൻ ആൻഡ് ഡാറ്റ ഹാൻഡ്ലിംഗ് ഇനിഷ്യേറ്റീവ് എന്നാണ് അതിൻ്റെ ഒരു ഫുൾ ഫോം എന്ന് പറയുന്നത്. സുപ്പീരിയർ ന്യൂ ജനറേഷൻ ഇൻഫോർമേഷൻ ആൻഡ് ഡാറ്റ ഹാൻഡ്ലിംഗ് ഇനിഷ്യേറ്റീവ് എന്നാണ് അതിൻ്റെ ഒരു ഫുൾ ഫോം എന്ന് പറയുന്നത്. എന്താ സുനിധി പ്രോജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എൻറ്റയർ പ്രൊവിഡൻറ്റ് ഫണ്ട് ആൻഡ് പെൻഷൻ റിലേറ്റഡ് ആക്ടിവിറ്റീസിനെ ഡിജിറ്റലൈസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നൊരു പ്രോഗ്രാമാണ്. പക്ഷേ ഇത് ഒരു സെക്ടറിന് മാത്രമേ ഉള്ളൂ. ഓക്കെ, മൊത്തം ഇന്ത്യയിലെ പ്രൊവിഡൻറ്റ് ഫണ്ടിനെ അല്ല, ഒരു സെക്ടർ ഓഫ് ഇതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഏത് സെക്ടറിൽ അല്ലെങ്കിൽ ഏത് ഇതിൽ വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. സോ ഇത് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ കോൾ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഈ കോൾ മൈൻസ് അതിലൊക്കെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിന് വേണ്ടിയാണ് ഈ ഒരു പ്രൊവിഡൻറ്റ് ഫണ്ട് ഈ ഒരു സംഭവം കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു പ്രൊവിഡൻറ്റ് ഫണ്ട് ഉണ്ട്, ഇതിനെ ഡിജിറ്റലൈസ് ചെയ്യാൻ വേണ്ടി ഈ സുനിധി പ്രോജക്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. സോ കോൾ മൈൻസിൽ വർക്ക് ചെയ്യുന്ന നമ്മളുടെ വർക്കേഴ്സിന് വേണ്ടിയാണ് ഈ ഒരു പ്രോഗ്രാം ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ സുനിധി പ്രോജക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ പ്രൊവിഡൻറ്റ് ഫണ്ടിനെ ഡിജിറ്റലൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു സംഭവം കൊണ്ടുവന്നിരിക്കുന്നത്. നെക്സ്റ്റ് ഓക്കെ, ഇന്ത്യ ബംഗ്ലാദേശ് വെർച്വൽ കോൺഫറൻസ് ഓൺ ടെക്സ്റ്റൈൽ ഇപ്പം റീസെൻ്റ്ലി നടന്നു. അപ്പോൾ ഈ ഒരു മീറ്റിങ്ങിൽ ഇന്ത്യ റെപ്രസെൻറ്റ് ചെയ്തത് ആരാണ്? സോ ഡെഫിനറ്റ്ലി നമ്മുടെ ഇന്ത്യയിലെ ടെക്സ്റ്റൈൽ മിനിസ്റ്റർ കൂടിയായ സ്മൃതി സുബിൻ ഇറാനി തന്നെയാണ് ഈ ഒരു മീറ്റിംഗ് നമ്മുടെ ഇന്ത്യ റെപ്രസെൻറ്റ് ചെയ്തത്. നമ്മുടെ യൂണിയൻ മിനിസ്റ്റർ ഓഫ് ടെക്സ്റ്റൈൽസ് എന്ന് പറയുന്നത് സ്മൃതി സുബിൻ ഇറാനിയാണ്. സ്മൃതി ഇറാനിയാണ് ഈ ഒരു മീറ്റിംഗ് നമ്മുടെ ഇന്ത്യയെ റെപ്രസെൻറ്റ് ചെയ്തത്.
സോ ഈ ഒരു മീറ്റിംഗിൽ ഡിസൈഡ് ചെയ്ത ഒരു സംഭവം എന്ന് പറയുന്നത് ഇന്ത്യയും ബംഗ്ലാദേശും കൂടി ചേർന്നിട്ട് വേൾഡ് വൈഡ് ഉള്ള ഈ ഒരു ടെക്സ്റ്റൈൽ മാർക്കറ്റിൽ 35% ഗ്ലോബൽ മാർക്കറ്റ് പിടിക്കും എന്നുള്ളതാണ്. അടുത്ത 5 വർഷം കൊണ്ട് പിടിക്കും എന്നുള്ളതാണ്, ഈ ഒരു ക്യാപ്ചർ ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു മീറ്റിംഗിൽ ഡിസൈഡ് ചെയ്ത ഒരു ഇമ്പോർട്ടൻറ്റ് സംഭവം എന്ന് പറയുന്നത്. 35% ഓഫ് ഗ്ലോബൽ മാർക്കറ്റാണ് ക്യാപ്ചർ ചെയ്യും എന്ന് ഇന്ത്യയും ബംഗ്ലാദേശും കൂടി ചേർന്ന് ക്യാപ്ചർ ചെയ്യും എന്നുള്ളത് ഇപ്പോൾ റീസെൻ്റ്ലി അടുത്ത 5 വർഷം കൊണ്ട് പ്ലാൻ ചെയ്തേക്കുന്നത്. നെക്സ്റ്റ്, റീസെൻ്റ്ലി കോമൺ സർവീസ് സെൻറ്റേഴ്സ് ഏത് ഓർഗനൈസേഷൻ്റെ കൂടെ ചേർന്നിട്ടാണ് പാർട്ട്ണർഷിപ്പ് ചെയ്തത്? ഏജ്ഡ് ആയിട്ടുള്ള 55 വയസ്സിൻ്റെ മുകളിലോട്ടുള്ള ആളുകൾക്ക് റൂറൽ ഏരിയയിലുള്ള എൽഡർ സിറ്റിസണിന് ഡിജിറ്റൽ ലിറ്ററസി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ റീസെൻ്റ്ലി MOU സൈൻ ചെയ്തത്. സോ നമ്മുടെ ഇന്ത്യയിലുള്ള കോമൺ സർവീസ് സെൻറ്റേഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം, അത് ഹെൽപ്പ് ഏജ് ഇന്ത്യ എന്ന് പറയുന്ന നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ കൂടെ ചേർന്നിട്ടാണ് 55 വയസ്സിൻ്റെ മുകളിലോട്ടുള്ള റൂറൽ ഏരിയയിലുള്ള എൽഡർ സിറ്റിസൺസിന് വേണ്ടി ഒരു ഡിജിറ്റൽ ലിറ്ററസി പ്രോഗ്രാം കൊണ്ടുവന്നിരിക്കുന്നത്. അവരെ സപ്പോർട്ട് ചെയ്യുക, ഡിജിറ്റലി അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഹെൽപ്പ് ഏജ് ഇന്ത്യൻ്റെ കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ കോമൺ സർവീസ് സെൻറ്റേഴ്സ് ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്നത്. നെക്സ്റ്റ്, 2020 റൈറ്റ് ലൈവ്ലിഹുഡ് അവാർഡ് ഇപ്പോൾ റീസെൻ്റ്ലി പ്രഖ്യാപിച്ചു. അപ്പോൾ ഈ ഒരു അവാർഡ് ലഭിച്ചത് ആർക്കൊക്കെയാണ്? സോ ഈ ഒരു അവാർഡ് യൂഷ്വലി കൊടുക്കുന്നത് നമ്മുടെ എന്താ പറയുക, ഇക്വാലിറ്റി, ഡെമോക്രസി, ജസ്റ്റിസ്, ഫ്രീഡം ഇതിനൊക്കെ വേണ്ടി വർക്ക് ചെയ്യുന്ന, കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവർക്കൊക്കെ വേണ്ടിയാണ് ഈ ഒരു അവാർഡ് കൊടുക്കുന്നത്. വളരെ സിമ്പിളായിട്ട് എൻവയോൺമെൻറ്റ് ആൻഡ് ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് ഈ ഒരു അവാർഡ് കൊടുക്കുന്നത്. അപ്പോൾ 2020 റൈറ്റ് ലൈവ്ലിഹുഡ് അവാർഡ് 4 പേർക്കാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ 4 പേരെന്ന് പറയുന്നത് ആലീസ് ബിയലാറ്റ്സ്കി, നസ്രീൻ സൊത്തോദെ, ബ്രയാൻ സ്റ്റീവൻസൺ ആൻഡ് ലോട്ടി കന്നിങ്ഹാം വ്രെൻ. ഇങ്ങനെ 4 പേർക്കാണ് ഈ ഒരു അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 4 പേരുടെ പേര് നോക്കിയിട്ട് പോയാൽ എക്സാമിൽ ഇതിൽ ആർക്കാണ് ലഭിക്കാത്തത് അല്ലെങ്കിൽ ആർക്കാണ് ലഭിച്ചതെന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻസ് തന്നിട്ട് ചോദിക്കാം. സോ ഈ ഒരു 4 പേര് നല്ലപോലെ നോക്കിയിട്ട് പോവുക അപ്കമിങ് എക്സാംസിന് വേണ്ടി. അപ്പോൾ ഈ ഒരു അവാർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആക്ച്വലി 1980 ഈ ഒരു അവാർഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏകദേശം 1980 അന്ന് ഈ ഒരു അവാർഡിന് വേണ്ടി വർക്ക് ചെയ്ത ആൾ നമ്മുടെ ഈ ഒരു നോബൽ പ്രൈസ് ഫൗണ്ടേഷനോട് റിക്വസ്റ്റ് ചെയ്തായിരുന്നു, ഇതേപോലെ ഇവർക്ക് ഈ ഒരു എന്താ പറയുക എൻവയോൺമെൻറ്റ് ആൻഡ് ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടി നോബൽ പ്രൈസ് കൊടുക്കണമെന്ന്. പക്ഷെ അന്ന് നോബൽ പ്രൈസ് ഫൗണ്ടേഷൻ അത് റിജക്റ്റ് ചെയ്യുക ചെയ്തത്. അപ്പം അത് റിജക്റ്റ് ചെയ്ത കാരണം കൊണ്ടാണ് ഒരു പുതിയ അവാർഡ് പോലെ ഈ പുതിയ അവാർഡ് പോലെ റൈറ്റ് ലൈവ്ലിഹുഡ് എന്ന് പറഞ്ഞ പേരിൽ ഒരു അവാർഡ് അന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇതേപോലെ ഉള്ള ആളുകൾക്ക്, ഇതിനു വേണ്ടി വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടി. സോ ഇങ്ങനൊരു സ്റ്റോറി കൂടി ഉണ്ട് ഇതിൻ്റെ പുറകിൽ. സോ ഇപ്പം ഇത് ഈ ഒരു അവാർഡിനെ ആക്ച്വലി അറിയപ്പെടുന്നത് തന്നെ ഓൾട്ടർനേറ്റ് നോബൽ പ്രൈസ് എന്നാണ് ഈ ഒരു അവാർഡിനെ അറിയപ്പെടുന്നത്. തന്നെ ഈ റൈറ്റ് ലൈവ്ലിഹുഡിനെ അറിയപ്പെടുന്നത് ഓൾട്ടർനേറ്റ് നോബൽ പ്രൈസ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇങ്ങനെ അറിയപ്പെടാനുള്ള കാരണവും ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു റീസൺ ആണ്. അതുകൊണ്ടാണ് ഇതിനെ ഓൾട്ടർനേറ്റ് നോബൽ പ്രൈസ് എന്ന് അറിയപ്പെടുന്നത്. സോ ഈ 4 പേര് നോക്കിയിട്ട് പോകാം. എക്സാമിൽ അപ്കമിങ് എക്സാംസിൽ 4 പേര് ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ്, യുണൈറ്റഡ് നേഷൻ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് ആക്ഷൻ അവാർഡ് 2020 ഏത് ഓർഗനൈസേഷനാണ് ലഭിച്ചത്? യുണൈറ്റഡ് നേഷൻ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് ആക്ഷൻ അവാർഡ് 2020 വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ് അപ്കമിങ് എക്സാമിന്. അപ്പോൾ ഏത് ഓർഗനൈസേഷനാണ് ഈ ഒരു അവാർഡ് ലഭിച്ചത്? സോ ഈ ഒരു അവാർഡ് യൂഷ്വലി കൊടുക്കുന്നത് നമ്മുടെ യുണൈറ്റഡ് നേഷൻ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം UNDP ആണ് ഈ ഒരു അവാർഡ് കൊടുക്കുന്നത്. അപ്പോൾ UNDPൻ്റെ അണ്ടറിൽ വരുന്ന ഒരു അവാർഡാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അവാർഡ് ആർക്കാണ് ലഭിച്ചത്? സോ ഈ ഒരു അവാർഡ് ലഭിച്ചത് കൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി ഫൗണ്ടേഷൻ ആണ് ഈ ഒരു അവാർഡ് ലഭിച്ചത്. കൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി ഫൗണ്ടേഷൻ ആണ് ഈ ഒരു അവാർഡ് ലഭിച്ചത്. നമ്മൾ എപ്പോഴും ഒരു കേൾക്കാറുള്ള ഒരു പേരാണ്. ഇവർ ഒരുപാട് മീറ്റിംഗ്സ് ഒരുപാട് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. സോ ഇവർക്കാണ് CII ഫൗണ്ടേഷനാണ് ഈ ഒരു അവാർഡ് ലഭിച്ചത്. നെക്സ്റ്റ്, ഓക്കെ, ഇത് നേരത്തെ പറഞ്ഞ പ്രൈസിന് അണ്ടറിലുള്ള നമ്മുടെ യുണൈറ്റഡ് നേഷൻ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് ഈ ഒരു അതിൻ്റെ അണ്ടറിലുള്ള സ്പെഷ്യൽ ഹ്യൂമറ്റേറിയൻ ആക്ഷൻ അവാർഡ് ആർക്കൊക്കെയാണ് ലഭിച്ചത്? സ്പെഷ്യൽ ഹ്യൂമറ്റേറിയൻ ആക്ഷൻ അവാർഡ് 2020 ആർക്കൊക്കെയാണ് ലഭിച്ചത്? നേരത്തെ പറഞ്ഞ യുണൈറ്റഡ് നേഷൻ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് സ്പെഷ്യൽ ഹ്യൂമറ്റേറിയൻ ആക്ഷൻ അവാർഡ് 2020 ആർക്കൊക്കെയാണ് ലഭിച്ചത്? സോ ഈ അവാർഡ് ലഭിച്ചേക്കുന്നത് സോനു സൂദ്, നമുക്ക് എല്ലാവർക്കും അറിയാം. സോനു സൂദിനും അതേപോലെ തന്നെ ദുബായ് ബേസ്ഡ് ഒരു ബിസിനസ്മാൻ കൂടിയായ SPS ഓബ്രോയ്ക്കാണ് ഈ ഒരു അവാർഡ് ലഭിച്ചത്. സോനു സൂദിനും അതേപോലെ SPS ഓബ്രോയ്ക്കാണ് ഈ ഒരു അവാർഡ് ലഭിച്ചത്. സോ അഗൈൻ ഈ ഒരു അവാർഡ് കൊടുക്കുന്നത് ഡെഫിനറ്റ്ലി യുണൈറ്റഡ് നേഷൻ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമാണ് ഈ ഒരു അവാർഡ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ്, ഓക്കെ, റീസെൻ്റ്ലി നമ്മളുടെ
ICMR നമുക്കറിയാം, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്, നമ്മൾ ഇപ്പം ഒരുപാട് കേൾക്കാറുണ്ട്. ICMRും അതേപോലെ തന്നെ ഹൈദരാബാദ് ബേസ്ഡ് ബയോളജിക്കൽ ലിമിറ്റഡ് എന്ന് പറയുന്ന രണ്ടുപേരും കൂടി ചേർന്നിട്ട് ഒരു സംഭവം, ഒരു ഹൈലി പ്യൂരിഫൈഡ് എക്വൈനി ആൻറ്റിസെറ എന്ന് പറയുന്ന സംഭവം ഡെവലപ്പ് ചെയ്തു. എന്താണ് എക്വൈനി ആൻറ്റിസെറ? അപ്പോൾ ഈ ഒരു സംഭവം ഡെഫിനറ്റ്ലി നമുക്കറിയാം, ഇപ്പം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും COVID-19 ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയാണ് ഇതേപോലത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ എക്വൈനി ആൻറ്റിസെറ എന്ന് പറയുന്നത്? അപ്പോൾ എക്വൈനി ആൻറ്റിസെറ എന്ന് പറയുന്ന സംഭവം എന്ന് പറയുന്നത് ഹോർസസിൻ്റെ ആൻറ്റിബോഡീസിനെയാണ് എക്വൈനി ആൻറ്റിസെറ എന്ന് പറയുന്നത്. ഹോർസസിൻ്റെ ആൻറ്റിബോഡീനെയാണ് എക്വൈനി ആൻറ്റിസെറ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ സംഭവം എന്ന് പറഞ്ഞാൽ, ലൈക്ക് ഇവർ ചെയ്ത ഒരു റിസർച്ച് അല്ലെങ്കിൽ ആ ഒരു സംഭവം പ്രൊജക്റ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 10 വളരെ ഹെൽത്തി ആയിട്ടുള്ള ഹോഴ്സസിനെ എടുത്തിട്ട് ആ ഹോഴ്സസിൽ സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രം കൊറോണ വൈറസ് 2 കുത്തിവെക്കുക ചെയ്തത്. സിംപ്ലി കൊറോണ വൈറസിനെ കുത്തിവെക്കുകയാണ് ചെയ്തത്. അത് സിവിയർ അക്യൂട്ട് കൊറോണ വൈറസിനെയാണ് കുത്തിവെച്ചത്. അപ്പോൾ അത് കുത്തിവെച്ചതിന് ശേഷം ഓൾമോസ്റ്റ് 21 ഡേയ്സ് അതിനെ ഇമ്മ്യൂണൈസേഷനൊക്കെ ചെയ്ത് ആ ഹോഴ്സസ് ഓക്കെ ആയി കഴിഞ്ഞപ്പം അവരുടെ പ്ലാസ്മ ചെക്ക് ചെയ്തപ്പം അതിൽ ആൻറ്റിബോഡീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ആൻറ്റിബോഡീസിനെ ഐസൊലേറ്റ് ചെയ്തു. ആ ഒരു ആൻറ്റിബോഡീസ് കൊണ്ട് നമുക്ക് ഈ ഒരു കൊറോണ വൈറസ്, ഈ COVID-19 നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ഇപ്പോൾ ഇവർ കണ്ടെത്തിയേക്കുന്നത്. അപ്പം ആ ഒരു സംഭവം, ആ ഒരു ആൻറ്റിബോഡിനെയാണ് എക്വൈനി ആൻറ്റിസെറ എന്ന് പറയുന്നത്. അപ്പോൾ സിംപ്ലി നമ്മുടെ ഈ ഒരു ഹോഴ്സസിനെ ആൻറ്റിബോഡീസിനെ എക്വൈനി ആൻറ്റിസെറ എന്ന് പറയുന്നത്, ആൻഡ് ഈ ഒരു പ്രോജക്റ്റിൽ അവർ ചെയ്തത് ഈ ഒരു സംഭവമാണ് ചെയ്തത്. അപ്പോൾ എക്സാമ്പിൾ മേ ബി ചോദിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ഏത് ഓർഗനൈസേഷൻ്റെ കൂടെ ചേർന്നിട്ടാണ് ഇപ്പോൾ എക്വൈനി ആൻറ്റിസെറ എന്ന് പറയുന്ന ഹോഴ്സസിൽ നിന്നുള്ള ആൻറ്റിബോഡീസിനെ ഐസൊലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് COVID-19 ട്രീറ്റ്മെൻറ്റ് വേണ്ടി ഐസൊലേറ്റ് ചെയ്ത് എന്നുള്ളതായിരിക്കും എക്സാമ്പിൾ ചോദിക്കുന്നത്. അപ്പം ജസ്റ്റ് അത് നോക്കി നോക്കുക. ഹൈദരാബാദ് ബേസ്ഡ് ബയോളജിക്കൽ ലിമിറ്റഡിൻ്റെ കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു സംഭവം ഇപ്പോൾ റീസെൻ്റ്ലി ഐസൊലേറ്റ് ചെയ്തത്, ഡെവലപ്പ് ചെയ്തത്. നെക്സ്റ്റ്, ബാപ്പു ദ അൺഫോർഗറ്റബിൾ. ഈ ഒരു സംഭവം എന്ന് പറയുന്നത് കോഫി ടേബിൾ ബുക്കാണ്. ഈ ഒരു ബുക്ക് ഇപ്പോൾ റീസെൻ്റ്ലി ലോഞ്ച് ചെയ്തത് ആരാണ്? സോ ഈ ബുക്ക് ഇപ്പോൾ റീസെൻ്റ്ലി ലോഞ്ച് ചെയ്തത് നമ്മുടെ ഡൽഹിയുടെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററായ മനീഷ് സിസോഡിയാണ് ഈ ബുക്ക് ലോഞ്ച് ചെയ്തത്. നെക്സ്റ്റ്, ദ വെരി എക്സ്ട്രീംലി മോസ്റ്റ് നോട്ടി അസുര ടെയിൽസ് ഫോർ കിഡ്സ്. ഈ ഒരു ബുക്ക് റീസെൻ്റ്ലി, ഈ ബുക്കിൻ്റെ ഓഥർ ആരാണ്? ദ വെരി എക്സ്ട്രീംലി മോസ്റ്റ് നോട്ടി അസുര ടെയിൽസ് ഫോർ കിഡ്സ്. ഈ ഒരു ബുക്കിൻ്റെ ഓഥർ ആരാണ്? സോ ഇത് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് സംഭവമാണ്. ഈ ഒരു ബുക്കിൻ്റെ ഓഥർ എന്ന് പറയുന്നത് നമുക്കറിയാം, ബാഹുബലി സീരീസ് എഴുതിയ ആനന്ദ് നീലകണ്ഠനാണ് ഈ ഒരു ബുക്കിൻ്റെ ഓഥർ. ഈ ആനന്ദ് നീലകണ്ഠൻ്റെ ഫസ്റ്റ് കിഡ്സ് ബുക്ക് കൂടിയാണ് ഇതെന്ന് പറയുന്നത്. ഇപ്പം ബാഹുബലി സീരീസ് എഴുതിയ ആനന്ദ് നീലകണ്ഠൻ്റെ ബുക്കാണ് ദ വെരി എക്സ്ട്രീംലി മോസ്റ്റ് നോട്ടി അസുര ടെയിൽസ് ഫോർ കിഡ്സ് എന്ന് പറയുന്ന ഈ ഒരു ബുക്ക് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് നമ്മുടെ മിനിസ്ട്രി ഓഫ് കോപ്പറേറ്റീവ് അഫയേഴ്സിൻ്റെ അണ്ടറിലുള്ള പുഫിൻ പബ്ലിഷേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഈ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ്, ഓക്കെ, റീസെൻ്റ്ലി ഏത് സ്റ്റേറ്റ് ആണ് ആ സ്റ്റേറ്റിലെ 750 റൂറൽ സ്റ്റേഡിയംസിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് അല്ലെങ്കിൽ കൊണ്ടുവരാൻ പോകുന്നത്? 750 റൂറൽ സ്റ്റേഡിയം കൺസ്ട്രക്ഷൻ ആൻഡ് പ്ലേ ഗ്രൗണ്ട്സിൻ്റെ കൺസ്ട്രക്ഷൻ ആണ് ഇപ്പോൾ റീസെൻ്റ്ലി ഇനോഗ്രേറ്റ് ചെയ്തത്. അപ്പോൾ ഏത് സ്റ്റേറ്റിലാണ് ഇത് ചെയ്തത്? അപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ യൂത്ത്സിനെ കുറച്ചുകൂടി മൊബിലൈസ് ചെയ്യുക, സ്പോർട്സിലൊക്കെ അവരുടെ ഇൻട്രസ്റ്റ് കൊണ്ടുവരിക എന്നുള്ളതൊക്കെയാണ് ഈ ഒരു പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇവിടെ ഒരു വ്യൂ എന്ന് പറയുന്നത് ഓരോ ബ്ലോക്കിലും അറ്റ്ലീസ്റ്റ് 5 സ്റ്റേഡിയം വെച്ചെങ്കിലും കൊണ്ടുവരണമെന്നാണ് ഈ ഒരു പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്തേക്കുന്നത് പഞ്ചാബാണ് ഈ ഒരു സംഭവം ചെയ്തേക്കുന്നത്. ഒരു ബ്ലോക്കിൽ തന്നെ മിനിമം 5 സ്റ്റേഡിയം എങ്കിലും കൊണ്ടുവരണം എന്നുള്ള രീതിയിലാണ് ഈ ഒരു പ്രോഗ്രാം ചെയ്തേക്കുന്നത്. മൊത്തം 750 റൂറൽ സ്റ്റേഡിയംസ് ആണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ആ നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ്. പഞ്ചാബ് കൊണ്ടുവന്നത് 750 റൂറൽ സ്റ്റേഡിയംസ് ആണ് കൊണ്ടുവരുന്നത്, പഞ്ചാബാണ് കൊണ്ടുവരുന്നത്. നെക്സ്റ്റ്, ഓക്കെ, ഗ്രാം ദർശൻ എന്ന് പറയുന്ന പ്രോഗ്രാം ഇപ്പോൾ റീസെൻ്റ്ലി ലോഞ്ച് ചെയ്തത് ഏത് സ്റ്റേറ്റ് ആണ്? ഗ്രാം ദർശൻ എന്ന് പറയുന്ന പ്രോഗ്രാം റീസെൻ്റ്ലി ലോഞ്ച് ചെയ്തത് ഏത് സ്റ്റേറ്റ് ആണ്? സോ ഈ ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തേക്കുന്ന എയിം എന്ന് പറയുന്നത് ആ ഒരു സ്റ്റേറ്റിലുള്ള 6197 ഗ്രാം പഞ്ചായത്തിനെ കംപ്ലീറ്റ്ലി ഡിജിറ്റലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്തേക്കുന്ന ഇത് കൂടാതെ ഈ ഒരു ഡിജിറ്റലൈസ് ചെയ്യുമ്പോൾ തന്നെ ഓരോ പഞ്ചായത്തിനും സ്വന്തമായിട്ട് ഒരു വെബ്സൈറ്റ്, ഇപ്പോൾ എല്ലാ പഞ്ചായത്തിനും സ്വന്തമായിട്ട് ഓരോ വില്ലേജിനും ഓരോ വെബ്സൈറ്റ് ഉണ്ടായിരിക്കുന്ന രീതിയിലൊക്കെയാണ് ഈ ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്തേക്കുന്നത്. ഗ്രാം ദർശൻ എന്നാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ പേര്. സോ ഈ ഒരു സംഭവം ലോഞ്ച് ചെയ്തേക്കുന്നത് നമ്മുടെ ഹരിയാന സ്റ്റേറ്റ് ആണ്. സോ ഇമ്പോർട്ടൻ്റ് ആണ്, ഹരിയാനയാണ്
ഹരിയാനയിലുള്ള 6197 ഗ്രാമപഞ്ചായത്ത് വില്ലേജിലെല്ലാം കംപ്ലീറ്റ്ലി ഡിജിറ്റലൈസ് ചെയ്യാൻ വേണ്ടി ഓരോ വില്ലേജിനും ഓരോ സ്വന്തമായിട്ടുള്ള വെബ്സൈറ്റ് കൊണ്ടുവരുന്ന രീതിയിൽ ഈ ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ്, ഇൻ്റർനാഷണൽ വെബിനാർ ഓൺ ടെക്സ്റ്റൈൽ ട്രഡീഷൻസ്. ഇതിപ്പോൾ റീസെൻ്റ്ലി ആരാണ് ഇനോഗ്രേറ്റ് ചെയ്തത്? അപ്പം ഈ ഒരു സംഭവം അഡ്രസ്സ് ചെയ്ത് ഇനോഗ്രേറ്റ് ചെയ്ത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ്. ഈ ഒരു ഇൻ്റർനാഷണൽ വെബിനാർ, ഈ ഒരു ടെക്സ്റ്റൈൽ ട്രഡീഷൻസിലൊരു ഇൻ്റർനാഷണൽ വെബിനാർ ആദ്യമായിട്ടാണ്, ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് ആണ്. സോ അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആരാണ് ഈ ഒരു സംഭവം അഡ്രസ്സ് ചെയ്ത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ് ഈ ഒരു സംഭവം അഡ്രസ്സ് ചെയ്തത്. അപ്പം ഓൾമോസ്റ്റ് ഒരു നമ്മുടെ 12 കൺട്രീസാണ് ഈ ഒരു ഇൻ്റർനാഷണൽ വെബിനാറിൽ പങ്കെടുത്തത്. നെക്സ്റ്റ്, റീസെൻ്റ്ലി ഏത് സ്റ്റേറ്റിൽ നിന്നുള്ള ഒരു ചില്ലിക്കാണ് GI ടാഗ് കിട്ടിയത്? ആ ചില്ലിയുടെ പേരെന്ന് പറയുന്നത് ഡാലി കുർസാനി എന്നാണ്. ആ ഒരു ചില്ലിയുടെ പേര് ഡാലി കുർസാനി എന്നാണ് ആ ഒരു ചില്ലിയുടെ പേര്. അപ്പോൾ ഈ ഒരു ചില്ലിയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറഞ്ഞാൽ ദ ഹോട്ടസ്റ്റ് ചില്ലി ഇൻ ദി വേൾഡ് ആണ് ഈ ഒരു ചില്ലി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മെഡിസിനൽ വാല്യൂസിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദ ഹോട്ടസ്റ്റ് ചില്ലി ഇൻ ദ വേൾഡ് എന്നാണ് ഈ ഒരു ചില്ലി അറിയപ്പെടുന്നത് തന്നെ. ഡാലി കുർസാനി എന്നാണ് ഇതിൻ്റെ ഒരു പേര്. മോസ്റ്റ് എക്സ്ട്രീംലി ഹീറ്റിൻ്റെ ടേംസിൽ ഈ ഒരു ചില്ലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു ഹീറ്റിൻ്റെ ടേംസിൽ മോസ്റ്റ് എക്സ്ട്രീം ഒരു കാറ്റഗറിയിലാണ് ഈ ഒരു സംഭവം വരുന്നത്. ദ ഹോട്ടസ്റ്റ് ചില്ലി ഇൻ ദ വേൾഡ്. അപ്പം ഇതിൻ്റെ പേരാണ് ഡാലി കുർസാനി എന്ന് പറയുന്നത്. സോ ഡയറക്റ്റ്ലി അങ്ങനെയും ചോദിക്കാം ക്വസ്റ്റ്യൻ. ദ ഹോട്ടസ്റ്റ് ചില്ലി ഇൻ ദ വേൾഡ് ഏതാണ്, വിത്ത് മെഡിസിനൽ വാല്യൂസ് ഏതാണ് എന്ന് മേ ബി ചോദിക്കാം. സോ ഡാലി കുർസാനി എന്നാണ് അതിൻ്റെ പേര്. അപ്പം ഇതിനാണ് ഇപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ GI ടാഗ് കിട്ടിയത്. അപ്പോൾ ഏത് സ്റ്റേറ്റിൽ നിന്നാണ് ഈ ഒരു ചില്ലി? അപ്പം സിക്കിമിൽ നിന്നുള്ള ഈ ഒരു ചില്ലിക്കാണ് ഈ GI ടാഗ് ഇപ്പോൾ റീസെൻ്റ്ലി കിട്ടിയത്. സിക്കിം നിന്നുള്ള ഈ ചില്ലിക്കാണ് ഇപ്പോൾ റീസെൻ്റ്ലി GI ടാഗ് കിട്ടിയത്. സോ ഈ ഒരു ചില്ലിയുടെ 1 kg വില എന്ന് പറയുന്നത് ഏകദേശം 400 rupees ആണ് ഇതിൻ്റെ 1 kg വില എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റ്യൻ. നമ്മുടെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ അണ്ടറിലുള്ള ഏത് എയർപോർട്ട്, ആദ്യത്തെ എയർപോർട്ട് 100% സോളാർ പവർഡ് എയർപോർട്ട് ഏതാണ്? നമ്മുടെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യൻ്റെ അണ്ടറിലുള്ള ആദ്യത്തെ 100% സോളാർ പവേർഡ് എയർപോർട്ട് ഏതാണ്? സോ എന്ന് പറയുന്നത് അബ്സല്യൂട്ട് പവർ ന്യൂട്രൽ എയർപോർട്ടാണ് ഇതെന്ന് പറയുന്നത്. ഫസ്റ്റ് എൻറ്റയർലി സോളാർ പവേർഡ് എയർപോർട്ട് ഇൻ ദ കൺട്രിയാണ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യൻ്റെ അണ്ടറിലുള്ള ഫസ്റ്റ് എൻറ്റയർലി സോളാർ പവേർഡ് എയർപോർട്ട് ഇൻ ദ കൺട്രിയാണ് ഈ എയർപോർട്ട് എന്ന് പറയുന്നത്. സോ ഈ ഒരു എയർപോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ യൂണിയൻ ടെറിട്ടറി ഓഫ് പുതുച്ചേരിയുടെ എയർപോർട്ടാണ്. ഇപ്പോൾ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യൻ്റെ അണ്ടറിലുള്ള ഫസ്റ്റ് 100% സോളാർ പവേർഡ് എയർപോർട്ട് എന്ന് പറയുന്നത്. അപ്കമിങ് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റൻ ആണ് ഇതെന്ന് പറയുന്നത്. സോ ഇത് റിലേറ്റഡ് നമ്മൾ വേറൊരു സംഭവം നോക്കുകയാണെങ്കിൽ കുറച്ച് നാൾ മുമ്പ് വന്നൊരു ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫെയർ ആണ്. നമ്മുടെ ഏഷ്യയിലെ ലാർജസ്റ്റ് സോളാർ പവർ പ്രോജക്റ്റ് കൊണ്ടുവന്നായിരുന്നു. അത് കൊണ്ടുവന്നേക്കുന്നത് ഇന്ത്യയിലാണ് കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ ഏത് സ്റ്റേറ്റിലാണ്, അതിൻ്റെ പേരെന്താണ്? നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി അത് ഇനോഗ്രേറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ എന്താണ് അതിൻ്റെ പേര്, ഏത് സ്റ്റേറ്റിലാണ് അത് കൊണ്ടുവന്നത്? കുറേ നാൾ മുമ്പുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കറണ്ട് അഫെയർ ആണ്. നമ്മുടെ എക്സാംസിലൊക്കെ ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ അപ്കമിങ് എക്സാംസിലൊക്കെ ചോദിക്കുക ആ ഒരു ക്വസ്റ്റ്യൻ. സോ റേവ അൾട്രാ മെഗാ സോളാർ പവർ പ്രൊജക്റ്റ് എന്നാണ് അതിൻ്റെ ഒരു പേര്. റേവ അൾട്രാ മെഗാ സോളാർ പവർ പ്രൊജക്റ്റ് എന്നാണ് അതിൻ്റെ പേര്. കൊണ്ടുവന്നത് മധ്യപ്രദേശിലാണ് കൊണ്ടുവന്നത്. നമ്മുടെ നരേന്ദ്രമോദിയാണ് അത് ഇനോഗ്രേറ്റ് ചെയ്ത്. 750 MW അൾട്രാ സോളാർ പവർ പ്ലാന്റ് ആണ് അതെന്ന് പറയുന്നത്. 750 MW അൾട്രാ സോളാർ പവർ പ്ലാന്റ് ആണ് അതെന്ന് പറയുന്നത്. അപ്പം ഈ ഒരു സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്, ലൈക്ക് ഈ ഒരു എയർപോർട്ട് ആയാലും ശരി, ആ ഒരു സോളാർ പവർ പ്രൊജക്റ്റ് ആയാലും ശരി, ഇതെല്ലാം ചെയ്യുന്നത് കാർബൺ എമിഷൻ കുറയ്ക്കുക, അല്ലെങ്കിൽ കാർബൺ ഫുട് പ്രിൻറ്റ് കുറയ്ക്കുക, പവർ ബിൽസ് കുറയ്ക്കുക എന്നുള്ളതൊക്കെയാണ് ഈ ഒരു എല്ലാ പ്രോഗ്രാംസിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, കോവിഡ് ക്രുസേഡർ അവാർഡ് 2020 ആർക്കാണ് ലഭിച്ചത്? കോവിഡ് ക്രുസേഡർ അവാർഡ് 2020 ആർക്കാണ് ലഭിച്ചത്? ഈ ഒരു അവാർഡ് കൊടുക്കുന്നത് ഇൻഡോ അമേരിക്ക ചേംബർ ഓഫ് കൊമേഴ്സ് ആണ് ഈ ഒരു അവാർഡ് കൊടുക്കുന്നത്. ഈ ഒരു അവാർഡിൻ്റെ വേറെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറഞ്ഞാൽ, ആദ്യമായിട്ടാണ് അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ഇന്ത്യൻ ബ്യൂറോക്രാറ്റിന് ഈ ഒരു അവാർഡ് കിട്ടുന്നത് ആദ്യമായിട്ടാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ ബ്യൂറോക്രാറ്റിന് ഈ ഒരു അവാർഡ് കിട്ടുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ആ ഫസ്റ്റ് ഇന്ത്യൻ ബ്യൂറോക്രാറ്റ് എന്ന് പറയുന്നത് ഇക്ബാൽ സിംഗ് ചാഹൽ ആണ്. ആ ഫസ്റ്റ് ബ്യൂറോക്രാറ്റ് ഈ ഒരു അവാർഡ് കിട്ടുന്ന IAS ഓഫീസറിനാണ് ഈ ഒരു അവാർഡ് ലഭിക്കുന്നത്. അപ്പം കോവിഡ് ക്രുസേഡർ അവാർഡ് 2020 ഈ ഒരു അവാർഡ് കൊടുക്കുന്നത് ഇൻഡോ അമേരിക്ക ചേംബർ ഓഫ് കൊമേഴ്സ് ആണ് ഈ ഒരു അവാർഡ് കൊടുക്കുന്നത്. ഈ ഒരു അവാർഡ് ലഭിച്ചിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇക്ബാൽ സിംഗ് ചാഹലിനാണ് അല്ലെങ്കിൽ IS ചാഹലിനാണ് ഈ ഒരു അവാർഡ് ലഭിച്ചിരിക്കുന്നത്.
അപ്പം IS ചാഹൽ എന്ന് പറയുന്നത് നമ്മുടെ ഗ്രേറ്റർ മുംബൈയുടെ മുനിസിപ്പൽ കോർപ്പറേഷൻ കമ്മീഷണറാണ്, അല്ലെങ്കിൽ മുനിസിപ്പൽ കമ്മീഷണറാണ് IS ചാഹൽ എന്ന് പറയുന്നത്. അപ്പോൾ ആൾക്ക് ഈ ഒരു അവാർഡ് ലഭിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ആക്ച്വലി COVID-19 സിറ്റുവേഷൻ്റെ സമയത്ത് മുംബൈയിൽ ആ ഒരു എന്താ പറയുക, ആ ഒരു കോവിഡ് കേസസിനെ പെട്ടെന്ന് കുറയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിന് വേണ്ടി എടുത്ത എഫോർട്ടിന് വേണ്ടിയാണ് ഈ ഒരു അവാർഡ് ലഭിച്ചിരിക്കുന്നത്. എസ്പെഷ്യലി കിട്ടാനുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ മുംബൈയിലുള്ള എല്ലാവർക്കും അറിയാം, ഏഷ്യയിലെ ബിഗ്ഗസ്റ്റ് സ്ലമ്മായ ധാരാവിൽ ഈ ഒരു COVID-19 സ്പ്രെഡ് പെട്ടെന്ന് കുറയ്ക്കാൻ ഒരുപാട് വർക്ക് ചെയ്തു ഇക്ബാൽ സിംഗ് ചാഹൽ. അപ്പം അതിന് വേണ്ടി കൂടിയാണ് ഈ ഒരു ഗ്ലോബൽ റെക്കഗ്നൈസേഷൻ കിട്ടിയത്. സോ ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ നിന്നൊരു ഈ ഒരു അവാർഡ് കിട്ടുന്ന ഫസ്റ്റ് ഇന്ത്യൻ ബ്യൂറോക്രാറ്റ് കൂടിയാണ് IS ചാഹൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഓക്കെ, അഗെയിൻ നമ്മുടെ ഇൻഡോ അമേരിക്ക ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് ആർക്കാണ് ലഭിച്ചത്, അതേപോലെ ലൈഫ് ടൈം ആൻഡ് ഗ്ലോബൽ എക്സലൻസ് അവാർഡ് ആർക്കാണ് ലഭിച്ചത്? 2020 ദ ഇൻഡോ അമേരിക്കൻ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ ലൈഫ് ടൈം ആൻഡ് ഗ്ലോബൽ എക്സലൻസ് അവാർഡ് ആർക്കാണ് ലഭിച്ചത്? സോ ഈ ഒരു അവാർഡ് ലഭിച്ച ആളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് ഈ ഒരു അവാർഡ്, ഈ ഒരു ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് ഒരു ഇൻഡിവിജ്വലിന് ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു അവാർഡ് ലഭിച്ചതെന്ന് പറയുന്നത് രത്തൻ എൻ ടാറ്റയ്ക്കാണ് ഈ ഒരു അവാർഡ് ലഭിച്ചിരിക്കുന്നത്. രത്തൻ ടാറ്റയ്ക്കാണ് ഈ ഒരു അവാർഡ് ലഭിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്കറിയാം നോബൽ പ്രൈസസ് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ 2020 നോബൽ പ്രൈസ് ഇൻ ഫിസിയോളജി ആർക്കാണ്, അല്ലെങ്കിൽ മെഡിസിൻ ആർക്കാണ് ലഭിച്ചത്? 2020 നോബൽ പ്രൈസ് ഇൻ മെഡിസിൻ ആർക്കാണ് ലഭിച്ചത്? അപ്കമിങ് എക്സാംസ് ഈ നോബൽ പ്രൈസസ് എന്തായാലും ചോദിക്കും. ഉറപ്പായിട്ടും എല്ലാ നോബൽ പ്രൈസസ് ആർക്കൊക്കെയാണ് ലഭിച്ചേക്കുന്നത് എന്നുള്ള പേരുകൾ വളരെ നല്ലപോലെ നോക്കിയിട്ട് പോവുക. അതേപോലെ അവർക്ക് അവരെന്തോ ചെയ്ത പ്രോഗ്രാംസിന് വേണ്ടിയാണ് ആ നോബൽ പ്രൈസ് ലഭിച്ചത് എന്നുള്ളത് കൂടി നോക്കിയിട്ട് പോവുക. ബിക്കോസ് ആ ഒരു സംഭവം ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ നമ്മുടെ 2020 നോബൽ പ്രൈസ് ഇൻ മെഡിസിൻ ലഭിച്ചിരിക്കുന്നത് ഹാർവി ജെ ആൾട്ടോ, ചാൾസ് എം റൈസ്, മിക്കേൽ ഹോങ്ടൺ എന്നുള്ള 3 പേർക്കാണ് ഈ ഒരു അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ഈ 3 പേരുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 3 പേരുകൾ നല്ലപോലെ നോക്കിയിട്ട് പോകാം. ഈ ഒരു അവാർഡ് ലഭിക്കാനുള്ള കാരണം എന്ന് പറയുന്നത്, ഈ അവാർഡ് ലഭിച്ചത് ഹെപ്പറ്റൈറ്റിസ് സി വൈറസിനെ ഡിസ്കവർ ചെയ്തതിന് വേണ്ടി, അതിൻ്റെ ഗ്ലോബൽ മേജർ ഹെൽത്ത് പ്രോബ്ലംസ്, അതിൻ്റെ കോസസ്, അത് കാരണം ഉണ്ടാകുന്ന അസുഖങ്ങൾ, അപ്പോൾ അതിനെ ഡിസ്കവർ ചെയ്തതിനാണ് ഈ ഒരു അവാർഡ് ലഭിച്ചിരിക്കുന്നത്. സോ ഹാർവി ജെ ആൾട്ടോ, ചാൾസ് എം റൈസ്, മിക്കേൽ ഹോങ്ടൺ, ഈ 3 പേർക്കാണ് ഹെപ്പറ്റൈറ്റിസ് സി വൈറസും അത് റിലേറ്റഡ് സംഭവങ്ങളും ഡിസ്കവർ ചെയ്തതിന് ഈ ഒരു അവാർഡ് ലഭിച്ചിരിക്കുന്നത്, ഈ ഒരു നോബൽ പ്രൈസ് 2020 ലഭിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ഓക്കെ, ഫസ്റ്റ് വുമൺ വോൾ ടൈം മെമ്പർ ഓഫ് സെബി. സെബിയുടെ ഫുൾ ഫോം നമുക്ക് എല്ലാവർക്കും അറിയാം, സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്നാണ് സെബിയുടെ ഫുൾ ഫോം. സെബിയുടെ ഫുൾ ഫോം എക്സാംസിൽ ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട്. SSCയുടെയും ബാങ്കിൻ്റെ എക്സാംസിലെല്ലാം ചോദിച്ചിട്ടുണ്ട് സെബിയുടെ ഫുൾ ഫോം എന്താണെന്ന്. അപ്പം അതിൻ്റെ ഫസ്റ്റ് വുമൺ വോൾ ടൈം മെമ്പറിന് ഇപ്പോൾ റീസെൻ്റ്ലി 1 ഇയർ എക്സ്റ്റൻഷൻ കൂടി ലഭിച്ചു. അപ്പം ആരാണ് ആ ഫസ്റ്റ് വുമൺ വോൾ ടൈം മെമ്പർ ഓഫ് സെബി എന്ന് പറയുന്നത്? സോ ആ പേര് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെന്ന് പറയുന്നത് മെഹതാബി പൂരി ബാച്ച് എന്നാണ് ആളുടെ പേര്. മെഹതാബി പൂരി ബച്ച് എന്നാണ് ആളുടെ പേര്. ആളെന്ന് പറയുന്നതാണ് വോൾ ടൈം മെമ്പർ, ഫസ്റ്റ് വുമൺ വോൾ ടൈം മെമ്പർ ഓഫ് സെബി എന്ന് പറയുന്നത്. സോ ക്വസ്റ്റ്യൻ മേ ബി ഡയറക്റ്റ്ലി അങ്ങനെയും ചോദിക്കാം, അല്ലെങ്കിൽ ഫസ്റ്റ് വുമൺ വോൾ ടൈം മെമ്പർ ഹു ഗോട്ട് റീസെൻ്റ്ലി 1 ഇയർ എക്സ്റ്റൻഷൻ എന്നുള്ള രീതിയിൽ എക്സാമിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. സോ അതെന്ന് പറയുന്നത് മെഹതാബി പൂരി ബച്ച് ആണ് ആ ഒരു ഫസ്റ്റ് വുമൺ വോൾ ടൈം മെമ്പർ ഓഫ് സെബി എന്ന് പറയുന്നത്. അതേപോലെ സെബിയുടെ ഫുൾ ഫോം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്കമിങ് എക്സാംസിൽ അതും ചോദിക്കാം. അതും ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. സോ ആളുടെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ, ആദ്യമേ ഫസ്റ്റ് ഓഫ് ഓൾ ആൾ വന്നത് ഒരു പ്രൈവറ്റ് സെക്ടർ ബാങ്കിങ്ങിൽ നിന്നാണ് ആൾ വരുന്നത് തന്നെ. അപ്പോൾ ഒരു പ്രൈവറ്റ് സെക്ടർ ബാങ്കിങ്ങിൽ നിന്ന് വന്നിട്ട് നമ്മുടെ ഗവൺമെൻറ് അണ്ടറിലുള്ള സെബി, സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യൻ്റെ അണ്ടറിൽ വോൾ ടൈം മെമ്പറിൽ ഫസ്റ്റ് വുമൺ മെമ്പർ ആകുക എന്ന് പറയുന്നത് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് സംഭവമാണ്. സോ അതുകൊണ്ട് തന്നെ ആളുടെ പേര് ആൻഡ് അപ്കമിങ് എക്സാമിൽ ആളുടെ റിലേറ്റഡ് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു കറണ്ട് അഫയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ്, ഈ റീസെൻ്റ്ലി ഒരു ന്യൂ ഫാമിലി ഓഫ് ബോണി ഫിഷ് റീസെൻ്റ്ലി ഡിസ്കവർ ചെയ്തു. നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സിൽ നിന്നാണ് ഡിസ്കവർ ചെയ്തത്. അപ്പോൾ ഏത് സ്റ്റേറ്റിലാണ് അത് ഡിസ്കവർ ചെയ്തത്? ന്യൂ ഫാമിലി ഓഫ് ബോണി ഫിഷ് ഇൻ ദി വെസ്റ്റേൺ ഗാർഡ്സ് ഏത് സ്റ്റേറ്റിൽ നിന്നാണ് ഇപ്പോൾ റീസെൻ്റ്ലി ഡിസ്കവർ ചെയ്തത്? സോ നമ്മുടെ കേരളത്തിൽ നിന്നാണ് ഈ ഒരു ഈ ന്യൂ ഫാമിലി ഓഫ് ബോണി ഫിഷിനെ ഡിസ്കവർ ചെയ്തത്. നെക്സ്റ്റ്, ഡിസ്കവറിംഗ് ദ ഹെറിറ്റേജ് ഓഫ് ആസാം. ഈ ഒരു ബുക്കിൻ്റെ ഓതർ ആരാണ്? ഈ ഒരു ബുക്ക് റിലീസ് ചെയ്തത് ജിതേന്ദ്ര സിംഗ് ആണ്, നമ്മുടെ സെൻട്രൽ മിനിസ്റ്റർ. അപ്പോൾ ഈ ഒരു ബുക്കിൻ്റെ ഓതർ ആരാണ്? ഇതും ഒരു കോഫി ടേബിൾ ബുക്കാണ്. ഈ ബുക്കിൻ്റെ ഓതർ എന്ന് പറയുന്നത് കുമാർ
പത്മാപനി ബോറയാണ് ഈ ഒരു ബുക്കിൻ്റെ ഓഥർ. കുമാർ പത്മാപനി ബോറയാണ് ഈ ഒരു ബുക്കിൻ്റെ ഓഥർ. നെക്സ്റ്റ്, ഓക്കെ, വേൾഡ് ആനിമൽ ഡേ ഏത് ഡേറ്റിലാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്? വേൾഡ് ആനിമൽ ഡേ ഏത് ഡേറ്റിലാണ് ഒബ്സർവ് ചെയ്യുന്നത്? സോ വേൾഡ് ആനിമൽ ഡേ ഒബ്സർവ് ചെയ്യുന്നത് 4th ഒക്ടോബറിനാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, നേരത്തെ എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ്, വൈൽഡ് ലൈഫ് വീക്ക് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് ഏത് ഡേറ്റിലാണ്? വൈൽഡ് ലൈഫ് വീക്ക് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് ഏത് ഡേറ്റിലാണ്? സോ വൈൽഡ് ലൈഫ് വീക്ക് നമ്മൾ യൂഷ്വലി ഒബ്സർവ് ചെയ്യുന്നത് ഒക്ടോബർ 1 ഒക്ടോബർ 8 ഇടയ്ക്കാണ്, അല്ലെങ്കിൽ ഈ ഒരു ഡേറ്റിലാണ് നമ്മൾ എപ്പോഴും വൈൽഡ് ലൈഫ് വീക്ക് ഒബ്സർവ് ചെയ്യുന്നത്. ഈ ഒരു സംഭവം ആക്ച്വലി സ്റ്റാർട്ട് ചെയ്ത് 1957 ഈ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്തത്. അന്നാണ് 1957 ഫസ്റ്റ് വൈൽഡ് ലൈഫ് വീക്ക് നമ്മൾ ഒബ്സർവ് ചെയ്തത്. അപ്പോൾ ഇതെന്ന് പറയുന്ന 66ാമത്തെ വൈൽഡ് ലൈഫ് വീക്ക് ആയിരുന്നു. അപ്പോൾ നമ്മൾ അത് ഒബ്സർവ് ചെയ്യുന്നത് വേണമെങ്കിൽ ഒക്ടോബറിൻ്റെ ഫസ്റ്റ് വീക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ ഒക്ടോബർ 1 തൊട്ട് ഒക്ടോബർ 8 ഇടയ്ക്കാണ് നമ്മൾ ഈ ഒരു സംഭവം ഈ വൈൽഡ് ലൈഫ് വീക്ക് ഒബ്സർവ് ചെയ്യുന്നത്. ഡെഫിനറ്റ്ലി ഇതൊക്കെ ഈ ഒരു ആനിമൽ ഡേ ആയാലും ശരി, ഈ ഒരു വൈൽഡ് ലൈഫ് വീക്ക് ആയാലും ശരി, ഇതെല്ലാം എന്തിനാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് നമുക്കറിയാം. നമ്മുടെ ഈ ഒരു എന്താ പറയുക, ആനിമൽസിനെ പ്രൊട്ടക്ട് ചെയ്യുക, അതേപോലെ ഫ്ലോറ ആൻഡ് ഫൗന പ്രൊട്ടക്ട് ചെയ്യുക, അതിനെ പ്രിസർവ് ചെയ്യുക എന്നുള്ള ഒരു അവയർനെസ് സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സംഭവം കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ. നെക്സ്റ്റ്, ഓക്കെ, വേൾഡ് ഫസ്റ്റ് മൈനിങ് റോബോട്ട്, ഇതിൻ്റെ പേര് ആസ്ട്രോയിഡ് മൈനിങ് റോബോട്ട് എന്നാണ് ഇതിൻ്റെ ഒരു പേര്. ഇപ്പോൾ ഈ ആസ്ട്രോയിഡ് മൈനിങ് റോബോട്ട് വേൾഡ് ഫസ്റ്റ് മൈനിങ് റോബോട്ടാണ്. ഇതിനെ ഇപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ എന്താ പറയുക, നമ്മുടെ സ്പേസിലേക്ക് സെൻഡ് ചെയ്യാൻ പോകുന്ന ഏത് കൺട്രിയാണ്, അല്ലെങ്കിൽ ഏത് കൺട്രിയാണ് ആദ്യമായിട്ട് വേൾഡ് ഫസ്റ്റ് മൈനിങ് റോബോട്ട് ഡെവലപ്പ് ചെയ്തത്? അതിൻ്റെ പേരെന്ന് പറയുന്നത് ആസ്ട്രോയിഡ് മൈനിങ് റോബോട്ടാണ്. ഈ റോബോട്ടിനെ ഇനിയിപ്പോൾ നവംബർ ആ ഒരു സമയത്ത് സ്പേസിലേക്ക് സെൻഡ് ചെയ്യാനിരിക്കുകയാണ്. അപ്പോൾ ഏത് കൺട്രിയാണ് ഈ ഒരു സംഭവം ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഏത് കൺട്രിയാണ് ഈ ഒരു മൈനിങ് റോബോട്ടിനെ ഡെവലപ്പ് ചെയ്തത്? സോ അത് ചെയ്തേക്കുന്നത് ചൈനയാണ് ഈ ഒരു മൈനിങ് റോബോട്ട്, വേൾഡ് ഫസ്റ്റ് മൈനിങ് റോബോട്ടിനെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ്, ഇന്ത്യാസ് ഫസ്റ്റ് 5 ആനിമൽ ബ്രിഡ്ജസ് കൊണ്ടുവരാൻ പോകുന്നത് ഏത് എക്സ്പ്രസ് വേയിലാണ്? സോ പുതിയ എക്സ്പ്രസ് വേ, ആ ഒരു എക്സ്പ്രസ് വേയുടെ കൂടെ തന്നെ 5 ആനിമൽ ബ്രിഡ്ജസും കാണും. അപ്പം ഫസ്റ്റ് 5 ആനിമൽ ഓവർപാസ് അല്ലെങ്കിൽ ആനിമൽ ബ്രിഡ്ജസ് ആണ് ഇതെന്ന് പറയുന്നത്. അപ്പം ഇത് കൊണ്ടുവരാൻ പോകുന്നത് ഏത് എക്സ്പ്രസ് വേയിലാണ്? സോ ഈ ഒരു പ്രോഗ്രാം മൊത്തം ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ മൊത്തം കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത് 2024 ആകുമ്പോഴത്തേന് കംപ്ലീറ്റ് ചെയ്യാനാണ് ഈ സംഭവം പ്ലാൻ ചെയ്തേക്കുന്നത്. ഈ ഒരു എക്സ്പ്രസ് വേ, ഈ ഒരു ആനിമൽ ബ്രിഡ്ജ് കൊണ്ടുവരാനുള്ള കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം. ആനിമലുമായിട്ട് വെഹിക്കിളിൻ്റെ പൊല്യൂഷൻ കുറയ്ക്കുക, ആനിമലുടെ സേഫ്റ്റിക്കൊക്കെ വേണ്ടിയാണ് ഈ ഒരു സംഭവം കൊണ്ടുവരുന്നത്. അപ്പം ഫസ്റ്റ് 5 ആനിമൽ ഓവർപാസ് അല്ലെങ്കിൽ ബ്രിഡ്ജസ് ആണ് കൊണ്ടുവരുന്നത്. അപ്പം ഈ ഒരു എക്സ്പ്രസ് ഹൈവേ, അപ്പോൾ ഈ ഒരു എക്സ്പ്രസ് ഹൈവേ എന്ന് പറയുന്നത് ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ ആണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പം ഡൽഹി മുംബൈ എക്സ്പ്രസ് വേയിലാണ് ഈ ഒരു 5 ആനിമൽ ബ്രിഡ്ജസ് കൊണ്ടുവരാൻ വേണ്ടി ഇപ്പം പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ എക്സ്പ്രസ് വേ ഏതാണെന്ന് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡൽഹി മുംബൈ എക്സ്പ്രസ് വേയിലാണ് ഈ ഒരു 5 ആനിമൽ ഓവർപാസ് ബ്രിഡ്ജ് കൊണ്ടുവരാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ കൊണ്ടുവരുന്ന വഴി ആക്ച്വലി ആ ഒരു ഡിസ്റ്റൻസ്, ആ ഒരു ട്രാവൽ ഡിസ്റ്റൻസ് ഇപ്പോൾ ഓൾമോസ്റ്റ് 24 മണിക്കൂറാണ്. ആ ഒരു ട്രാവൽ ഡിസ്റ്റൻസ് കുറച്ച് 24 മണിക്കൂറിൽ നിന്ന് വെറും 13 മണിക്കൂറായിട്ട് കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു എക്സ്പ്രസ് വേയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു എക്സ്പ്രസ് വേ പാസ് ചെയ്യുന്നത് ഹരിയാന, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര ഇങ്ങനെ ഉള്ള സ്റ്റേറ്റുകളിൽ കൂടെയാണ് ഈ ഒരു സംഭവം, ഈ എക്സ്പ്രസ് വേ പാസ് ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ്, ഓക്കെ, 115 ഇയേഴ്സ് ഓൾഡ് ആയിട്ടുള്ള നോഗ്ര റെയിൽവേ സ്റ്റേഷനെ റീനെയിം ചെയ്ത പുതിയ പേരെന്ന് പറയുന്നത് സിദ്ധാർത്ഥ് നഗർ റെയിൽവേ സ്റ്റേഷൻ എന്നാണ് പുതിയ പേര്. അപ്പോൾ ഏത് സ്റ്റേറ്റിലാണ് ഈ റെയിൽവേ സ്റ്റേഷൻ? നമ്മുടെ സെൻട്രൽ റെയിൽവേ മിനിസ്റ്ററാണ് ഈ ഒരു സംഭവം റീനെയിം 115 ഇയർ ഓൾഡ് നോഗ്ര റെയിൽവേ സ്റ്റേഷനാണ് അതിൻ്റെ നേരത്തെ പേരെന്ന് പറയുന്നത്. ആ റെയിൽവേ സ്റ്റേഷനാണ് ഇപ്പം പേര് ചേഞ്ച് ചെയ്ത് സിദ്ധാർത്ഥ് നഗർ റെയിൽവേ സ്റ്റേഷൻ എന്നാക്കിയത്. അപ്പോൾ ഏത് സ്റ്റേറ്റിലാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ? സോ ഈ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലാണ്. സോ എന്താണ് റീനെയിം ചെയ്ത്, അല്ലെങ്കിൽ ഏതിനെയാണ് റീനെയിം ചെയ്ത്, ഏത് സ്റ്റേറ്റിലാണ്? ഇത് മൂന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഹൈലൈറ്റ് ചെയ്ത വേർഡ്സ് നല്ലപോലെ നോക്കിയിട്ട് പോവുക. നെക്സ്റ്റ്, ഇന്ത്യൻ നേവി അതുപോലെ തന്നെ ബംഗ്ലാദേശ് നേവിയും തമ്മിലുള്ള ഒരു ബയലാറ്ററൽ എക്സസൈസ് ബോംഗോ സാഗർ, അത് ഇപ്പോൾ റീസെൻ്റ്ലി നടന്നു. അപ്പോൾ ആ ഒരു തേർഡ് എഡിഷൻ ഓഫ് കോർപ്പാറ്റ് എക്സസൈസ് ഇപ്പോൾ റീസെൻ്റ്ലി നടന്നത് എവിടെ വെച്ചാണ്, ഏത് സീ റീജിയനിൽ വെച്ചാണ് ഇത് റീസെൻ്റ്ലി നടന്നത്? സോ ഇത് നടന്നത് നമ്മളുടെ നോർത്ത് ബേ ഓഫ് ബംഗാൾ റീജിയനിൽ വെച്ചാണ് ഇത് നടന്നത്. നോർത്തേൺ ബേ ഓഫ് ബംഗാൾ റീജിയനിൽ വെച്ചാണ് ഇപ്പോൾ റീസെൻ്റ്ലി ഈ ഇന്ത്യൻ നേവിയും ബംഗ്ലാദേശ് നേവിയും തമ്മിലുള്ള ഈ ബയലാറ്ററൽ എക്സസൈസ് ഇപ്പോൾ റീസെൻ്റ്ലി നടന്നത്.
സോ എവിടെ വെച്ചാണ് നടന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോർത്തേൺ ബേ ഓഫ് ബംഗാൾ റീജിയനിൽ വെച്ചാണ് ഇത് നടന്നത്. നെക്സ്റ്റ്, ഓക്കെ, നമ്മുടെ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് ആവ്ഡ എനർജി പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ കൂടെ ചേർന്നിട്ട് സോളാർ എനർജി ജനറേഷൻ കൂട്ടാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ സപ്പോർട്ടിന് വേണ്ടി ഏകദേശം എത്ര എമൗണ്ട് ആണ് നമ്മുടെ ഈ ഒരു ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? സോ ഓൾറെഡി നമ്മുടെ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് നമ്മുടെ ഇന്ത്യയിലുള്ള ഒരുപാട് സോളാർ പ്രൊജക്ട്സിനൊക്കെ വേണ്ടി ഒരുപാട് എമൗണ്ട് അലോട്ട് ചെയ്യാറുണ്ട്, ഒരുപാട് സപ്പോർട്ട് ചെയ്യാറുണ്ട്. ആക്ച്വലി ഇതെല്ലാം ചെയ്യുന്നത് ക്ലീൻ എനർജി ജനറേഷൻ, ക്ലീൻ പവർ ജനറേഷൻ, നേരത്തെ പറഞ്ഞ പോലെ കാർബൺ എമിഷൻ കുറയ്ക്കുക, കാർബൺ ഫുട് പ്രിൻറ്റ്സ് കുറയ്ക്കുക എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ് ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്നത്. അതുപോലെ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഒരുപാട് പ്രോഗ്രാംസിന് വേണ്ടി ഇങ്ങനെ സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് ആവ്ഡ എനർജി പ്രൈവറ്റ് ലിമിറ്റഡിന് വേണ്ടി $15 million എഗ്രിമെൻ്റ് ആണ് ഇപ്പോൾ റീസെൻ്റ്ലി സൈൻ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. $15 million ആണ് ഇപ്പോൾ റീസെൻ്റ്ലി ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. റിന്യൂവബിൾ എനർജി കപ്പാസിറ്റി കൂട്ടുക എന്നുള്ളതാണ് ഈ ഒരു പ്രോഗ്രാം കൊണ്ട്, ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏത് ബാങ്കാണ് ഇൻവെസ്റ്റ് ചെയ്തത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കാണ് ഇൻവെസ്റ്റ് ചെയ്തത്. നെക്സ്റ്റ്, ഓക്കെ, അടുത്ത നോബൽ പ്രൈസ് ഇൻ ഫിസിക്സ് ആർക്കൊക്കെയാണ് ലഭിച്ചത്? സോ 3 പേർക്കാണ് ഈ ഒരു നോബൽ പ്രൈസ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ആ 3 പേര് എന്ന് പറയുന്നത് റോജർ പെൻറോസ് എന്ന് പറയുന്ന ആൾക്ക് ഈ ഒരു അവാർഡ് ലഭിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ബ്ലാക്ക് ഹോൾ ഫോർമേഷനെ കുറിച്ചുള്ള തിയറി ഡെവലപ്പ് ചെയ്തതിനും അത് റിലേറ്റഡ് സ്റ്റഡി അതിന് വേണ്ടിയാണ് ഈ ഒരു അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അതുപോലെ ബാക്കി 2 പേരെന്ന് പറയുന്നത് റിൻഹാർഡ് ഗൻസലും അതുപോലെ ആൻഡ്രിയ ഗ്രൻസ് എന്ന് പറയുന്ന 2 പേർക്കാണ് ഈ ഒരു അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അവർ 2 പേർക്ക് ഈ ഒരു അവാർഡ് ലഭിക്കാനുള്ള കാരണം അവർ 2 പേരും കൂടി സൂപ്പർ മാസീവ് കോമ്പാക്ട് ഒബ്ജക്റ്റ് അറ്റ് ദി സെൻറ്റർ ഓഫ് അവർ ഗാലക്സി, മിൽക്കി വേ ഗാലക്സി. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടിയാണ് അവർക്ക്, ഈ ഒരു ഡിസ്കവറിക്ക് വേണ്ടിയാണ് അവർക്ക് ഈ ഒരു അവാർഡ് ലഭിച്ചിരിക്കുന്നത്. നമ്മുടെ മിൽക്കി വേ ഗാലക്സിൻ്റെ സെൻറ്ററിലുള്ള സൂപ്പർ മാസീവ് കോമ്പാക്ട് ഒബ്ജക്റ്റിനെ ഡിസ്കവർ ചെയ്തതിന് വേണ്ടിയാണ് ഈ ഒരു അവാർഡ് ലഭിച്ചിരിക്കുന്നത്. സോ എഗെയിൻ വളരെ നല്ലപോലെ നോക്കിയിട്ട് പോവുക ഈ ഒരു 3 പേരുടെ പേര്. നോബൽ പ്രൈസ് ഇൻ ഫിസിക്സ് 2020. നെക്സ്റ്റ്, ഇന്ത്യയും ഏത് കൺട്രി കൂടി ചേർന്നിട്ടാണ് ഒരു കോൺസ്റ്റലേഷൻ ഓഫ് മാരിടൈം സർവൈലൻസ് സാറ്റലൈറ്റ് നമ്മുടെ ഇന്ത്യൻ ഓഷ്യൻ റീജിയനെ ചെക്ക് ചെയ്യാൻ വേണ്ടി ജോയിൻ്റ്ലി ലോഞ്ച് ചെയ്യാൻ തീരുമാനിച്ചേക്കുന്നത്? സോ ഇത് മെയിൻലി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ ഓഷ്യൻ റീജിയനിലുള്ള ഷിപ്സിനെയൊക്കെ ട്രാക്ക് ചെയ്യുക, അതിൽ നിന്നുള്ള ഓയിൽ സ്പില്ലേജ്, ഇല്ലീഗൽ ഓയിൽ സ്പില്ലേജോ അതേപോലത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ആക്ച്വലി ഈ ഒരു സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യുന്നത്, ഈ സർവൈലൻസ് സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ ഓഷ്യൻ റീജിയനിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. സോ അതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇന്ത്യയും ഏത് കൺട്രി കൂടി ചേർന്നിട്ടാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത്? ആദ്യമായിട്ടാണ് ഏതെങ്കിലും ഒരു സ്പേസ് ബേസ്ഡ് ഏജൻസീസ് ഇങ്ങനെ ഷിപ്പിനെയൊക്കെ ട്രാക്ക് ചെയ്യാനും ഇതേപോലത്തെ കാര്യങ്ങൾക്ക് വേണ്ടി ഇതേപോലെ സർവൈലൻസ് സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യുന്നത്. സോ ഇത് ചെയ്യുന്നത് ഇന്ത്യയും ഫ്രാൻസും കൂടി ചേർന്നതാണ്. അപ്പോൾ ഇന്ത്യയും ഫ്രാൻസും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു മാരിടൈം സർവൈലൻസ് സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ആദ്യത്തെ ഒരു കൺട്രി അല്ലെങ്കിൽ ആദ്യത്തെ ഒരു സ്പേസ് ഏജൻസി കൂടി ആയിരിക്കും ഇതേപോലത്തെ ഷിപ്സിനെയൊക്കെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി കാപ്പബിൾ ആയിട്ടുള്ള സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യുന്നത്. നമ്മുടെ ഫ്രാൻസിനെ കൂടെ ചേർന്ന് ഇന്ത്യ ഇതിന് മുമ്പും ഇതേപോലത്തെ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതേപോലത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവത്തിനല്ല, വേറെ സംഭവങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്രികൾച്ചർ സംഭവങ്ങളൊക്കെ ചെക്ക് ചെയ്യാനും, ഡ്രൗട്ട്, അതേപോലെ വെതർ ഫോർകാസ്റ്റിങ്, അതേപോലെ അർബൻ ഹീറ്റ്, ഇതേപോലത്തെ സംഭവങ്ങളൊക്കെ, അർബൻ ഹീറ്റ് ഐലൻഡ്സ്, അതേപോലത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി ഇതിന് മുമ്പും നമ്മുടെ ഇന്ത്യയും ഫ്രാൻസും കൂടി ചേർന്നിട്ട് തൃഷ്ണ എന്ന് പറയുന്ന ഒരു സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതും ഇൻഡോ ഫ്രഞ്ച് സാറ്റലൈറ്റ് ആണ് ആ ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സാറ്റലൈറ്റ് എന്ന് പറയുന്നത് ഹൈലി പ്രിസൈസ് തെർമൽ ഇൻഫ്രാറെഡ് ഒബ്സർവർ ഒരു സാറ്റലൈറ്റ് ആണ്. ആ ഒരു സാറ്റലൈറ്റ് തൃഷ്ണ എന്നാണ് അതിൻ്റെ പേര്. അത് നേരത്തെ ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു സാറ്റലൈറ്റ് ആണ് ഇന്ത്യയും ഫ്രാൻസും കൂടി ചേർന്നിട്ട്. നെക്സ്റ്റ്, CDAC, സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ്. അപ്പോൾ ഈ ഒരു CDAC ഇപ്പോൾ റീസെൻ്റ്ലി നമ്മളുടെ ഇന്ത്യയിലെ ലാർജസ്റ്റ് HPC ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ് AI സൂപ്പർ കമ്പ്യൂട്ടറിനെ ഇപ്പോൾ റീസെൻ്റ്ലി കമ്മീഷൻ ചെയ്തു. അപ്പം എന്താണ് ആ ഒരു ഇന്ത്യാസ് ഹയസ്റ്റ് HPC AI സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പേര്? അപ്പോൾ അതിൻ്റെ പേരെന്ന് പറയുന്നത് പരംസിദ്ധി എന്നാണ് അതിൻ്റെ പേര്. സോ ഇതെന്ന് പറയുന്നത് ഇന്ത്യാസ് ലാർജസ്റ്റ് HPC ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ് AI സൂപ്പർ കമ്പ്യൂട്ടറാണ്. എൻ്റെ പേര് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരംസിദ്ധി AI എന്നാണ് ഇതിൻ്റെ ഒരു പേര്. സോ ഇതിപ്പോൾ കമ്മീഷൻ ചെയ്തത് CDAC ആണ്. ഈ ഒരു കമ്മീഷൻ ചെയ്തതിന് ശേഷം ഇനി ഈ ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ പോകുന്നത് നമ്മുടെ നിതി ആയോഗിൻ്റെ അണ്ടറിലുള്ള സയൻസ് ആൻഡ് ടെക്നോളജി ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും ഈ ഒരു സംഭവം ഉപയോഗിക്കാൻ പോകുന്നത്.
നെക്സ്റ്റ്, ഓക്കെ, ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റ് ആണ് ആദ്യമായിട്ട് 2 ഓർഗാനിക് സ്പൈസസ് സീഡ് പാർക്സ് കൊണ്ടുവരുന്നത്? ഫസ്റ്റ് നമ്മൾ അതെന്ന് പറയുന്നത് നമ്മുടെ കൺട്രീസ് ഫസ്റ്റ് എവർ 2 ഓർഗാനിക് സ്പൈസസ് സീഡ് പാർക്ക് ആയിരിക്കും. അപ്പോൾ അത് ഏത് സ്റ്റേറ്റിലാണ് കൊണ്ടുവരുന്നത്? സോ അത് കൊണ്ടുവരുന്നത് ഗുജറാത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ 2 ഓർഗാനിക് സ്പൈസസ് സീഡ് പാർക്സ് കൊണ്ടുവരുന്നത്. നെക്സ്റ്റ്, ഡിസ്താവോ എന്ന് പറയുന്നത് ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഏത് സ്റ്റേറ്റിൻ്റെ ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമാണ് ഇതെന്ന് പറയുന്നത്? ഡിസ്താവോ എന്നാണ് ഇതിൻ്റെ പേര്. അതിൻ്റെ ഒരു ഫുൾ ഫോം എന്ന് പറയുന്നത് ഡിജിറ്റൽ ഇൻറ്റിഗ്രേറ്റഡ് സിസ്റ്റം ഫോർ ഹോളിസ്റ്റിക് ടീച്ചിങ് ആൻഡ് വെർച്വൽ ഓറിയൻറ്റേഷൻസ് എന്നാണ് ഇതിൻ്റെ ഒരു പേര്. ഇത് സിംപ്ലി ഒരു യൂട്യൂബ് ചാനൽ കൂടിയാണ്. അപ്പം ഈ ഒരു യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ ഈ ഒരു ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്ത് ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റ് ആണ്? ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറഞ്ഞാൽ ലൈക്ക് നമ്മുടെ ഇന്ത്യയിൽ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റേറ്റും ഇതേപോലത്തേക്ക് എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. കുറച്ച് ദിവസം മുമ്പ് നമ്മൾ കണ്ടായിരുന്നു യു-റൈസ് എന്ന് പറഞ്ഞ സംഭവം ലോഞ്ച് ചെയ്തായിരുന്നു. യു-റൈസ് എന്ന് പറയുന്നത് ഉത്തർപ്രദേശ് ആയിരുന്നു ലോഞ്ച് ചെയ്തിരുന്നത്. അതിൻ്റേതായിട്ടുള്ളൊരു ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ എന്തെങ്കിലും ഇമ്പോർട്ടൻസ് എസ്പെഷ്യലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രമേ നമുക്ക് എക്സാമിൽ ചോദിക്കത്തുള്ളൂ. സോ എന്തെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളുടെ പേര് നല്ലപോലെ നോക്കി പോവുക. നേരത്തെ യു-റൈസ് എന്ന് പറഞ്ഞു, അത് ഉത്തർപ്രദേശാണ്. അത് വന്നിട്ട് 1 മാസമായി, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെയാണ് ഇത് ജിസ്താവോ. എന്താണ് ജിസ്താവോൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഇത് വെറും ഒരു യൂട്യൂബ് ചാനലല്ലേ എന്നൊരു ആംഗിളിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് ഒരുപാട് സ്റ്റേറ്റ് ഒരുപാട് പ്രോഗ്രാംസ് ലോഞ്ച് ചെയ്തു. എല്ലാം സ്കൂൾ സ്റ്റുഡൻസിനൊക്കെ വേണ്ടി ഒരുപാട് പ്രോഗ്രാംസ് ലോഞ്ച് ചെയ്തു. പക്ഷേ ആദ്യമായിട്ടാണ് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് മൊത്തം എൻ്റയർ ഹയർ എഡ്യൂക്കേഷൻ സിലബസ് ഈ പ്ലാറ്റ്ഫോം വഴി കവർ ചെയ്യുന്നത്. സോ അതാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. സോ എൻ്റെ സിലബസ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ഈ പ്ലാറ്റ്ഫോമിൽ കവർ ചെയ്യുന്ന ആദ്യത്തെ ഓൺലൈൻ ലേണിംഗ് പ്രോഗ്രാം ആണ് ദിസ്താവോ എന്ന് പറയുന്നത്. അത് ഒഡീസയാണ് ലോഞ്ച് ചെയ്തത്. സോ അതുകൊണ്ടാണ് ഇതിന് ഇമ്പോർട്ടൻസ്. നെക്സ്റ്റ്, ഓക്കെ, ഡിജിറ്റൽ സേവാ സേതു എന്ന് പറയുന്ന പ്രോഗ്രാം ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റ് ആണ് ലോഞ്ച് ചെയ്തത്? ഈ ഒരു സംഭവം ലോഞ്ച് ചെയ്തത് റൂറൽ ഏരിയയിലുള്ള ആളുകൾക്ക് സപ്പോർട്ടിന് വേണ്ടി. എന്ന് പറഞ്ഞാൽ റൂറൽ ഏരിയാസിനെ കംപ്ലീറ്റ്ലി നമ്മുടെ ഭാരത് നെറ്റ് പ്രോജക്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ഭാരത് നെറ്റ് പ്രോജക്റ്റിൻ്റെ അണ്ടറിൽ നമ്മുടെ ആ ഒരു റൂറൽ ഏരിയാസിനെ കംപ്ലീറ്റ്ലി ഡിജിറ്റലൈസ് ആക്കുക എന്നുള്ളതാണ് ഈ ഒരു പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയാണ്, ആ ഡിജിറ്റലൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഡിജിറ്റൽ സേവാ സേതു പ്രോഗ്രാം എന്ന് പറയുന്ന സംഭവം ലോഞ്ച് ചെയ്തത്. അപ്പോൾ ഏത് സ്റ്റേറ്റ് ആണ് ലോഞ്ച് ചെയ്തത്? സോ ലോഞ്ച് ചെയ്തേക്കുന്നത് ഗുജറാത്താണ് ലോഞ്ച് ചെയ്തേക്കുന്നത്. നമ്മുടെ പ്രൈം മിനിസ്റ്ററിൻ്റെ ഡിജിറ്റൽ ഇന്ത്യയുടെ ആ ഒരു പ്രോഗ്രാമിൻ്റെ വിഷൻ്റെ അണ്ടറിലുള്ളൊരു പ്രോഗ്രാമാണ് ഈ ഡിജിറ്റൽ സേവാ സേതു പ്രോഗ്രാം എന്ന് പറയുന്നത്. സോ ഗുജറാത്താണ് ഡിജിറ്റൽ സേവാ സേതു പ്രോഗ്രാം ലോഞ്ച് ചെയ്തത്. നെക്സ്റ്റ്, ഓക്കെ, നമ്മുടെ നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗ, അതേപോലെ തന്നെ ഇത് വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും കൂടി ചേർന്നിട്ട് റീസെൻ്റ്ലി ഒരു ഡോൾഫിൻ ബേസ്ഡ് എക്കോ ടൂറിസം പ്രോഗ്രാം നടത്തിയായിരുന്നു. എന്താണ് ആ എക്കോ ടൂറിസം പ്രോഗ്രാമിൻ്റെ പേര്? അഗെയിൻ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് പ്രോഗ്രാമാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ ചെയ്യുന്നത്. അപ്പം എന്താണ് ആ ഒരു ക്യാമ്പയിനിങ് അല്ലെങ്കിൽ എന്താണ് ആ ഒരു പ്രോഗ്രാമിൻ്റെ ആ ഒരു എക്കോ ടൂറിസം പ്രോഗ്രാമിൻ്റെ പേര്? സോ അതിൻ്റെ പേരെന്ന് പറയുന്നത് മൈ ഗംഗ മൈ ഡോൾഫിൻ ക്യാമ്പയിൻ എന്നാണ് അതിൻ്റെ പേര്. മൈ ഗംഗ മൈ ഡോൾഫിൻ ക്യാമ്പയിൻ എന്നാണ് അതിൻ്റെ പേര്. നെക്സ്റ്റ്, WHO എക്സിക്യൂട്ടീവ് ബോർഡിൻ്റെ ഒരു സ്പെഷ്യൽ സെഷൻ, 5th സ്പെഷ്യൽ സെഷൻ ഇപ്പോൾ റീസെൻ്റ്ലി നടന്നു. അപ്പോൾ അതിൽ ചെയർമാൻ അതിൽ ചെയർ ചെയ്തത് ആരായിരുന്നു? അല്ലെങ്കിൽ അതിൽ ഇന്ത്യയിൽ നിന്ന് റെപ്രസെൻറ്റ് ചെയ്ത് ആരാണെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ കൂടുതൽ ചോദിക്കാൻ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ആ ഒരു എക്സിക്യൂട്ടീവ് ബോർഡിനെ ചെയർ ചെയ്തത് ആരാണ് എന്നുള്ളത് ചോദിക്കാം. സോ ആ ചെയർ ചെയ്ത് ഈ 5th സ്പെഷ്യൽ സെഷൻ ഓഫ് ദി WHO എക്സിക്യൂട്ടീവ് ബോർഡ് ചെയർ ചെയ്തത് നമ്മളുടെ ഇന്ത്യയുടെ ഹെൽത്ത് മിനിസ്റ്ററായ ഹർഷവർദ്ധനാണ് അത് ചെയ്തത്. സോ 5th സ്പെഷ്യൽ സെഷൻ ഓഫ് ബ്യൂറോ ഓഫ് ദി എക്സിക്യൂട്ടീവ് ബോർഡ് ആസ് ചെയർമാൻ ഓഫ് ദി എക്സിക്യൂട്ടീവ് ബോർഡ് ഓഫ് ദി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, WHO ഈ ഒരു 5th സ്പെഷ്യൽ സെഷൻ ഓഫ് എക്സിക്യൂട്ടീവ് ബോർഡിനെ ചെയർ ചെയ്ത് ഹർഷവർദ്ധനാണ് ചെയർ ചെയ്തത്. നെക്സ്റ്റ്, ഓക്കെ, നമ്മുടെ മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് ഏത് ഫുഡ് ഓർഡറിംഗ് ആൻഡ് ഡെലിവറി പ്ലാറ്റ്ഫോമിൻ്റെ കൂടാണ് റീസെൻ്റ്ലി MOU സൈൻ ചെയ്തത്? പ്രധാനമന്ത്രി സ്വാനിധി യോജനയുടെ അണ്ടറിലുള്ള ആളുകൾക്ക് സപ്പോർട്ടിന് വേണ്ടി. എന്താണ് പ്രധാനമന്ത്രി സ്വാനിധി യോജന എന്ന് നമ്മൾ നേരത്തെ കറണ്ട് അഫയേഴ്സിൽ ഒരുപാട് വട്ടം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രി സ്വാനിധി യോജന എന്ന് പറയുന്നത് സ്ട്രീറ്റ് വെൻഡേഴ്സിന് വേണ്ടിയുള്ള പ്രൈം മിനിസ്റ്ററിൻ്റെ അണ്ടറിലുള്ള പ്രോഗ്രാമാണ്. എന്ന് പറയുന്നത് സ്ട്രീറ്റ് വെൻഡേഴ്സിന് വേണ്ടിയുള്ള പ്രോഗ്രാമാണ് സ്വാനിധി സ്കീം എന്ന് പറയുന്നത്.
ഇപ്പോൾ എക്സാമ്പിൾ ഡയറക്റ്റ്ലി ചോദിക്കാം പ്രധാനമന്ത്രി സ്വാനിധി സ്കീം ഏത് കാറ്റഗറി ഓഫ് ആൾക്കാർക്ക് വേണ്ടിയാണ്? അപ്പോൾ സ്ട്രീറ്റ് വെൻഡേഴ്സിന് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമാണ് ഇതെന്ന് പറയുന്നത്. അപ്പം ഇവരെ സപ്പോർട്ട് ചെയ്യാൻ, ഈ സ്ട്രീറ്റ് വെൻഡേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവരുടെ ഈ ചെറിയ ചെറിയ സ്ട്രീറ്റ് വെൻഡേഴ്സിൻ്റെ അവരുടെ ഫുഡ്സിനെ ഡിജിറ്റലി ഓൺലൈൻ കൊണ്ടുപോയിട്ട് ഓൺലൈൻ ഓർഡർ ചെയ്യുന്ന രീതിയിൽ കൊണ്ടുപോയിട്ട് അതിനെ പ്രൊമോട്ട് ചെയ്യുക, അതുവഴി അവരുടെ ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് സിംപ്ലി ഈ ഒരു പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എഗെയിൻ ഇതെന്ന് പറയുന്ന ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് ഇനിഷ്യേറ്റീവ് ആണ്. നമ്മുടെ സ്ട്രീറ്റ് വെൻഡേഴ്സിനെ സപ്പോർട്ട് ചെയ്യുക, ഡിജിറ്റലി ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള നമ്മുടെ ഗവൺമെൻറ് സൈഡിൽ നിന്നുള്ള ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് ഒരു ഇനിഷ്യേറ്റീവ് ആണ് ഇതെന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മുടെ മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് ആണ് ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്നത്, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് സ്വിഗ്ഗിയുടെ കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്നത്. മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് സ്വിഗ്ഗിയുടെ കൂടെ ചേർന്നിട്ടാണ് പ്രധാനമന്ത്രി സ്വാനിധി യോജനയുടെ അണ്ടറിലുള്ള ഈ സ്മോൾ ബിസിനസ് ഫുഡ് സംഭവങ്ങളെയൊക്കെ ഓൺലൈൻ കൊണ്ടുപോയി അവരെ സപ്പോർട്ട് ചെയ്യാൻ, ഈ ഒരു സ്ട്രീറ്റ് വെൻഡേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്നത്. സോ ഇതൊരു ട്രയൽ ബേസിസിൽ ആദ്യമേ ഏകദേശം നമ്മുടെ ഇന്ത്യയിലുള്ള 5-6 സ്റ്റേറ്റിൽ 250 സ്ട്രീറ്റ് വെൻഡേഴ്സിനെ വെച്ചായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അത് സക്സസ്ഫുൾ ആവുന്നതിനനുസരിച്ച് അത് ഇന്ത്യയിൽ മൊത്തത്തിൽ അത് ഫേസ് ഔട്ട് ചെയ്യും എന്നാണ്, അല്ലെങ്കിൽ ഇന്ത്യ മൊത്തത്തിലായിട്ട് അത് എക്സ്പാൻഡ് ചെയ്യും എന്നാണ് പറഞ്ഞേക്കുന്നത്. നെക്സ്റ്റ്, റീസെൻ്റ്ലി നമ്മുടെ ഇന്ത്യയിൽ ഉള്ള ഫുഡ്സ് ഈ ഒരു സ്മോൾ ബിസിനസ് സംഭവങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഏത് കമ്പനിയാണ് വേറെ കുറേ സംഭവങ്ങളായിട്ട് സോഹ, ഇൻസ്റ്റാമോജോ, അതേപോലെ നമ്മുടെ ഡുൻസോ ആൻഡ് അതേപോലെ സ്വിഗ്ഗി ഡൻസോ ആൻഡ് സ്വിഗ്ഗി ഒക്കെ ആയിട്ട് ടൈപ്പ് ചെയ്തത് റീസെൻ്റ്ലി ഈ സ്മോൾ ബിസിനസ്സുകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. സോ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രോഗ്രാമാണ്, പക്ഷേ ഒരു പ്രൈവറ്റ് ആംഗിളിലുള്ള ഒരു പ്രോഗ്രാമാണ് ഇതെന്ന് പറയുന്നത്. സോ ഗൂഗിൾ ഇന്ത്യ ആണ് ഇപ്പോൾ റീസെൻ്റ്ലി മേക്ക് സ്മോൾ സ്ട്രോങ് എന്ന് പറയുന്ന ക്യാമ്പയിനിൻ്റെ അണ്ടറിൽ കുറേ സംഭവങ്ങളുമായിട്ട് ടൈപ്പ് ചെയ്തേക്കുന്നത്, പാർട്ട്ണർ ചെയ്തേക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്മോൾ ബിസിനസ്സുകാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ്. അത് ഫുഡായാലും ശരി അല്ലാതായാലും ശരി അവരെ സ്മോൾ ബിസിനസ് സംഭവങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു സംഭവം ചെയ്തിരിക്കുന്നത്. സോ എഗെയിൻ ഈ ഒരു സംഭവങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സ്മോൾ ഡിജിറ്റൽ ആയിട്ട് സ്മോൾ ബിസിനസ് അവരുടെ പ്രൊഡക്ട്സിനെ ഓൺലൈൻ കൊണ്ടുപോകുക, അതിന് കൂടുതൽ റേറ്റിംഗ്, അവരെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക, അതുവഴി അവർക്ക് ആ ചെറിയ ബിസിനസ് അവരെ സപ്പോർട്ട് ചെയ്ത് ഒരു ബിസിനസ് ഈ ഒരു COVID-19 ശേഷം അവരെ എഫക്റ്റ് ആയിരിക്കുന്ന അവരെ സപ്പോർട്ട് ചെയ്ത് അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത്. അപ്പം ഗൂഗിളാണ് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ ചോദിക്കാൻ പോകുന്നത് ആരുടെ കൂടെ ചേർന്നിട്ടാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരാണ് ഇത് ചെയ്യുന്നത്, അതേപോലെ ആ ഒരു ക്യാമ്പയിനിൻ്റെ പേര് എന്താണ് എന്നായിരിക്കും ചോദിക്കുന്നത്. സോ ചെയ്യുന്നത് ഗൂഗിൾ ഇന്ത്യ ആണ് ചെയ്യുന്നത്. മേക്ക് സ്മോൾ സ്ട്രോങ് എന്നാണ് ആ ഒരു ക്യാമ്പയിനിൻ്റെ പേര്. ഒരു നമ്മുടെ ഇന്ത്യയിൽ നേഷൻ വൈഡ് ക്യാമ്പയിനിങ് ആണ്. മേക്ക് സ്മോൾ സ്ട്രോങ് എന്നാണ് ആ ഒരു ക്യാമ്പയിനിൻ്റെ പേര്. നെക്സ്റ്റ്, ഓക്കെ, ജോർദൻ്റെ പുതിയ പ്രൈം മിനിസ്റ്റർ ആരാണ്? സോ ജോർദൻ്റെ കിങ് ആയ അബ്ദുള്ള ഇബൻ അൽ ഹുസൈൻ എന്ന് പറയുന്നത് ജോർദൻ്റെ കിങ് ആണ്. അപ്പോൾ ജോർദൻ്റെ കിങ് ബഷീർ അൽ ഖാസ്വാനിയാണ് ഇപ്പോൾ റീസെൻ്റ്ലി പ്രൈം മിനിസ്റ്റർ ആയിട്ട് അപ്പോയിൻറ്റ്. ബഷീർ അൽ ഖാസ്വാനിയാണ് ഇപ്പോൾ റീസെൻ്റ്ലി ജോർദൻ്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്തത്. ഓക്കെ, GST കൗൺസിലിൻ്റെ 42nd GST കൗൺസിൽ മീറ്റിംഗ് ഇപ്പോൾ റീസെൻ്റ്ലി നടന്നു. സോ ആ ഒരു മീറ്റിംഗ് ഡെഫിനറ്റ്ലി ആ ഒരു മീറ്റിങ്ങിനെ ചെയർ ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്ററായ നിർമ്മല സീതാരാമനാണ് ചെയർ ചെയ്യുന്നത്. സോ നേരത്തെ ഉണ്ടായിരുന്ന ഒരു 20,000 crores ഒരു കോമ്പൻസേഷൻ അത് സ്റ്റേറ്റിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനെ കുറിച്ചുള്ളൊക്കെ മീറ്റിംഗ് ആയിരുന്നു അതെന്ന് പറയുന്നത്. അപ്പം GST റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ നേരത്തെ കറണ്ട് അഫയേഴ്സിലൊക്കെ നോക്കിയിട്ടുണ്ട്. സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്. GST എന്ന് പറയുന്നത് ഫുൾ ഫോം എന്ന് പറയുന്നത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സസ് ആണ്. എത്രാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് ആണ് GST എന്ന് നേരത്തെ എക്സാമിൽ ചോദിച്ചിട്ടുണ്ട് ഓൾറെഡി ഒരുപാട് വട്ടം. സോ 101ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് ആണ് GST എന്ന് പറയുന്നത്. അതുപോലെ GST ആദ്യമായിട്ട് കൊണ്ടുവന്ന വേൾഡിൽ ഏത് കൺട്രിയാണ് കൊണ്ടുവന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. സോ അതിന് വന്ന് ഫ്രാൻസ് ആണ് കൊണ്ടുവന്നത്. ഏത് വർഷമാണ്? 1954 ഫ്രാൻസ് GST കൊണ്ടുവന്നത്. അതേപോലെ തന്നെ GST എന്ന് പറയുന്ന ഒരു ഡയറക്റ്റ് ടാക്സ് ആണോ ഇൻഡയറക്റ്റ് ടാക്സ് ആണോ എന്ന് എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. സോ എനിക്ക് തോന്നുന്നു GST നിന്ന് ഏറ്റവും ആദ്യമേ ചോദിച്ചൊരു ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഇതായിരുന്നു. GST എന്ന് പറയുന്നത് ഒരു ഡയറക്റ്റ് ടാക്സ് ആണോ ഇൻഡയറക്റ്റ് ടാക്സ് ആണോ? സോ എല്ലാവരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് GST എന്ന് പറയുന്നത് ഒരു ഡയറക്റ്റ് ടാക്സ് ആണെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. GST എന്ന് പറയുന്ന ഒരു ഡയറക്റ്റ് ടാക്സ് അല്ല. GST എന്ന് പറയുന്ന ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. അപ്പം നേരത്തെ ടാക്സും ഇപ്പോഴത്തെ ടാക്സും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ ഒരുപാട് ഇൻഡയറക്റ്റ് ടാക്സുകൾ ഉണ്ടായിരുന്നു. ഒരുപാട് ഇൻഡയറക്റ്റ് ടാക്സുകളെ മാറ്റിയിട്ട് ഒരേ ഒരു ഇൻഡയറക്റ്റ് ടാക്സ് കൊണ്ടുവന്നതാണ് GST എന്ന് പറയുന്നത്. സോ അത് അറിഞ്ഞിരിക്കുക. എക്സാമ്പിൾ നേരത്തെ ഓൾറെഡി ചോദിച്ചൊരു ക്വസ്റ്റൻ ആൻഡ് എനിക്ക് തോന്നുന്നു GST നിന്ന് ഏറ്റവും ആദ്യം ചോദിച്ച ക്വസ്റ്റൻ ആണ് ഈ ഡയറക്റ്റ് ടാക്സ് ആണോ ഇൻഡയറക്റ്റ് ടാക്സ് ആണോ എന്നുള്ള ക്വസ്റ്റ്യൻ. അതേപോലെ തന്നെ അപ്പം എന്താണ് ഈ ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്?
ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് നമ്മൾ ഡയറക്റ്റ്ലി ഗവൺമെൻറ്റിനെ അടയ്ക്കുന്നതാണ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാൻഡ് റവന്യൂ ഇതൊക്കെ നമ്മൾ ഡയറക്റ്റ്ലി ഗവൺമെൻറ് ഓഫീസിലാണ് അടയ്ക്കുന്നത്, ഡയറക്റ്റ് ഗവൺമെൻറ്റിലാണ് അടയ്ക്കുന്നത്. സോ ഡയറക്റ്റ് ഗവൺമെൻറ്റിന് അടയ്ക്കുന്നതിനെയാണ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. GST എന്ന് പറയുന്നത് ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. ഈ വക ഇപ്പം പറഞ്ഞ ഇത്രയും ക്വസ്റ്റ്യൻസ് നേരത്തെ എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ്, ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് റിസർച്ച് ആൻഡ് ട്രെയിനിങ് സെൻറ്റർ റീസെൻ്റ്ലി നമ്മുടെ NCERT നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്ങിൻ്റെ കൂടെ ചേർന്നിട്ട് NCERTൻ്റെ അണ്ടറിലുള്ള എല്ലാ എഡ്യൂക്കേഷണൽ മെറ്റീരിയൽ, എല്ലാ ബുക്സും എല്ലാ എഡ്യൂക്കേഷണൽ മെറ്റീരിയൽസിനെ ഇന്ത്യൻ സൈൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. സോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മളുടെ ഡീഫായിട്ടുള്ള ചിൽഡ്രൻസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവർക്ക് എഡ്യൂക്കേഷൻ അക്സസിബിൾ ആക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് റിസർച്ച് ആൻഡ് ട്രെയിനിങ് സെൻറ്റർ ആണ് നമ്മുടെ NCERTയുടെ കൂടെ ചേർന്ന് NCERTൻ്റെ അണ്ടറിലുള്ള എല്ലാ എഡ്യൂക്കേഷൻ മെറ്റീരിയൽസിനെയും ഇന്ത്യൻ സൈൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഇപ്പോൾ റീസെൻ്റ്ലി MOU സൈൻ ചെയ്തേക്കുന്നത്. നെക്സ്റ്റ്, ഓക്കെ, ഇന്ത്യൻ ഫാമേഴ്സ് ഫെർട്ടിലൈസർ കോപ്പറേറ്റീവ് ലിമിറ്റഡ് റീസെൻ്റ്ലി ആരുടെ കൂടെ ചേർന്നിട്ടാണ് MOU സൈൻ ചെയ്തത്. നമ്മുടെ ഈ ഒരു അഗ്രികൾച്ചർ ഇതിലുള്ള പുതിയ ഇന്നോവേഷൻസും പുതിയ ടെക്നോളജിയൊക്കെ ബ്രോഡ്കാസ്റ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയൊക്കെ റീസെൻ്റ്ലി ടൈപ്പ് ചെയ്തത്. സോ നമ്മുടെ ഈ ഇന്ത്യൻ ഫാമേഴ്സ് ഫെർട്ടിലൈസർ കോപ്പറേറ്റീവ് ലിമിറ്റഡ് പ്രസാർ ഭാരതി, നമ്മുടെ ഇന്ത്യയുടെ തന്നെ പ്രസാർ ഭാരതിയുടെ കൂടെ ചേർന്നിട്ടാണ് MOU സൈൻ ചെയ്ത് റീസെൻ്റ്ലി ഈ ഒരു പറഞ്ഞ പുതിയ ഇന്നോവേഷൻസും ടെക്നോളജി, അഗ്രികൾച്ചർ സെക്ടറിലെ പുതിയ ഇന്നോവേഷനും ടെക്നോളജിയും ഇതേപോലെ കാര്യങ്ങളെയൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ, ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയൊക്കെ ഈ ഒരു സംഭവം ഇപ്പോൾ റീസെൻ്റ്ലി MOU സൈൻ ചെയ്ത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഇന്ത്യൻ ഫാമേഴ്സ് ഫെർട്ടിലൈസർ കോപ്പറേറ്റീവ് ലിമിറ്റഡ് എന്ന് പറയുന്നത് വേൾഡിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഫെർട്ടിലൈസർ കോപ്പറേറ്റീവ് കൂടിയാണ് ഈ ഒരു സംഭവം, നമ്മുടെ ഈ IFFCO എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഓക്കെ, MSME പ്രേരണ. അപ്പോൾ ഈ MSME പ്രേരണ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അതേപോലെയുള്ള ചെറിയ ഓൺലൈൻ ബിസിനസ് അതിനെ സപ്പോർട്ട് ഒരു മെൻറ്ററിങ് പ്രോഗ്രാമാണ്. ഈ ചെറിയ ഓൺലൈൻ ബിസിനസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ ഓൺലൈൻ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള ഒരു പ്രോഗ്രാമാണ് ഇതെന്ന് പറയുന്നത്. ഓൺലൈൻ ബിസിനസ് മെൻറ്ററിങ് പ്രോഗ്രാമാണ് ഈ MSME പ്രേരണ എന്ന് പറയുന്നത്. അത് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിൽ വർക്ക് ചെയ്യുന്ന ആ ഒരു സംഭവം ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയാണ് ഇത് സംഭവം ലോഞ്ച് ചെയ്തത്. അപ്പോൾ ഇത് ഇന്നോഗ്രേറ്റ് ചെയ്തത് അല്ലെങ്കിൽ ലോഞ്ച് ചെയ്തത് നമ്മുടെ നിർമ്മല സീതാരാമനാണ്. ഏത് ബാങ്കാണ് ഈ ഒരു MSME പ്രേരണ എന്ന് പറയുന്ന ഈ ഒരു സംഭവം ലോഞ്ച് ചെയ്തത്? ഏത് ബാങ്കിൻ്റെ കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത്? സോ ഇന്ത്യൻ ബാങ്കിൻ്റെ കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ ഈ ഒരു സംഭവം ലോഞ്ച് ചെയ്തേക്കുന്നത്. MSME പ്രേരണ എന്നാണ് ഇതിൻ്റെ ഒരു ഒരു സംഭവം എന്ന് പറയുന്നത്. സോ അതാണ് ഇമ്പോർട്ടൻറ്റ്, MSME പ്രേരണ. സോ നമ്മുടെ ഇന്ത്യൻ ബാങ്കിൻ്റെ കൂടെ ചേർന്നിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. നമ്മുടെ നിർമ്മല സീതാരാമനാണ് ഇത് ലോഞ്ച് ചെയ്തത്. നെക്സ്റ്റ്, ഓക്കെ, ഇന്ത്യാസ് ഫസ്റ്റ് ഫിനാൻഷ്യൽ കൺട്രോൾ സെൻറ്റർ കൊണ്ടുവരുന്നത് ഏത് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഏത് കമ്പനിയാണ്? ഇന്ത്യാസ് ഫസ്റ്റ് ഫിനാൻഷ്യൽ കൺട്രോൾ സെൻറ്റർ കൊണ്ടുവരുന്നത് ഏത് കമ്പനിയാണ്? സോ അത് കൊണ്ടുവരുന്നത് ചെക്ക് ബുക്ക് എന്ന് പറയുന്ന കമ്പനിയാണ്. ചെക്ക് ബുക്ക് എന്ന് പറയുന്നത് ഇന്ത്യാസ് ഫസ്റ്റ് നിയോ ബാങ്ക് ഫോർ സ്മോൾ ബിസിനസ് ഓണേഴ്സ് കൂടിയാണ്. മൊബൈൽ ബേസ്ഡ് ബിസിനസ് ആണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. മൊബൈൽ ബേസ്ഡ് സ്മോൾ ബിസിനസ് ഓണേഴ്സിൻ്റെ ഒരു ഇതെന്ന് പറയുന്നതാണ് ഈ ഒരു ചെക്ക് ബുക്ക് എന്ന് പറയുന്നത്. അപ്പം എക്സാമ്പിൾ ഇങ്ങനെയും ചോദിക്കാം, ഇന്ത്യാസ് ഫസ്റ്റ് നിയോ ബാങ്ക് ഫോർ സ്മോൾ ബിസിനസ് ഓണേഴ്സ് ഏതാണെന്ന് ചോദിക്കാം. സോ അതെന്ന് പറയുന്നതും ചെക്ക് ബുക്കാണ്. അപ്പോൾ ചെക്ക് ബുക്കാണ് ഇന്ത്യാസ് ഫസ്റ്റ് ഫിനാൻഷ്യൽ കൺട്രോൾ സെൻറ്റർ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇത് മൊബൈൽ വഴിയാണ്. ഇതൊരു മൊബൈൽ പ്ലാറ്റ്ഫോം ആയിരിക്കും ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. ഇന്ത്യാസ് ഫസ്റ്റ് മൊബൈൽ ഫിനാൻഷ്യൽ കൺട്രോൾ സെൻറ്റർ എന്ന് പറയുന്നത് ഒരു മൊബൈൽ പ്ലാറ്റ്ഫോം ആയിരിക്കും. സോ ഈ ഒരു സംഭവം ലോഞ്ച് ചെയ്യുന്നത് ചെക്ക് ബുക്കാണ് ലോഞ്ച് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഓക്കെ, 2020 നോബൽ പ്രൈസ് ഇൻ കെമിസ്ട്രി. സോ നെക്സ്റ്റ് നോബൽ പ്രൈസ്. സോ ഈ നോബൽ പ്രൈസ് ലഭിച്ചിരിക്കുന്നത് ആർക്കൊക്കെയാണ്? സോ ഈ നോബൽ പ്രൈസ് ലഭിച്ചിരിക്കുന്നത് 2 പേർക്കാണ്. സോ ഇമ്പോർട്ടൻ്റ് ആണ്. നോബൽ പ്രൈസ് ലഭിച്ചിരിക്കുന്നത് 2020 നോബൽ പ്രൈസ് ഇൻ കെമിസ്ട്രി ലഭിച്ചിരിക്കുന്നത് ഇമ്മാനുവലി ഷാർപ്പൻറ്റിയർ അതേപോലെ ജെനിഫർ എ ഡോട്ട്നയ്ക്കാണ് ഈ ഒരു അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ഇവിടെ പേരിൽ പ്രൊണൗൺസിയേഷനിൽ ചെറിയ വ്യത്യാസങ്ങൾ കാണും. അപ്പം ഈ പേരുകൾ നല്ലപോലെ നോക്കിയിട്ട് പോവാം.
ചാർപെൻറ്റിയറിനും അതുപോലെ ജെനിഫർ എ ഡോഡ്നയ്ക്കാണ് ഈ ഒരു അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അവാർഡ് ലഭിച്ചിരുന്നത് ജീനോം എഡിറ്റിങ്ങും അതേപോലത്തെ സംഭവങ്ങൾക്ക് തന്നെയാണ് ജെനറ്റിക് സിസേഴ്സ് ഡെവലപ്പ് ചെയ്തതിനും അങ്ങനെ ഉള്ള സംഭവങ്ങൾ ആ ഒരു മെത്തേഡ്സ് ഡെവലപ്പ് ചെയ്തതിനൊക്കെയാണ് ഈ ഒരു അവാർഡ് ലഭിച്ചിരിക്കുന്നത്. സോ 2020 നോബൽ പ്രൈസ് ഇൻ കെമിസ്ട്രി ലഭിച്ചിരിക്കുന്നത് വളരെ നല്ലപോലെ നോക്കിയിട്ട് പോയ പേരുകൾ ഇമ്മാനുവലി ചാർപെൻറ്റിയർ ആൻഡ് ജെനിഫർ എ ഡ്യൂഡ്നയ്ക്കാണ് ഈ ഒരു അവാർഡ് ലഭിച്ചിരിക്കുന്നത്. നെക്സ്റ്റ്, ഓക്കെ, നമ്മുടെ SBIയുടെ പുതിയ ചെയർമാൻ ആരാണ്? നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർമാനായിട്ട് ആരെയാണ് ഇന്ത്യൻ ഗവൺമെൻറ് റീസെൻ്റ്ലി അപ്പോയിൻറ്റ് ചെയ്തത്? സോ ദിനേഷ് കുമാർ കാരയാണ് ഈ ഒരു പുതിയ നമ്മുടെ SBIയുടെ പുതിയ ചെയർമാൻ എന്ന് പറയുന്നത്. ദിനേഷ് കുമാർ കാരയാണ് നമ്മുടെ SBIയുടെ പുതിയ ചെയർമാൻ. നെക്സ്റ്റ്, ഓക്കെ, റീസെൻ്റ്ലി ഒരു റിപ്പോർട്ട് വന്നു. റിപ്പോർട്ടിൻ്റെ പേര് എന്ന് പറയുന്നത് പോവർട്ടി ആൻഡ് ഷെയർഡ് പ്രോസ്പെരിറ്റി 2020 റിവേഴ്സൽ ഓഫ് ഫോർച്യൂൺ എന്നാണ് ആ ഒരു റിപ്പോർട്ടിൻ്റെ പേര്. റിപ്പോർട്ടിൻ്റെ പേര് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് ഓർത്ത് വെക്കുക. അപ്പോൾ ആ റിപ്പോർട്ടിൽ പറഞ്ഞേക്കുന്നതെന്ന് പറയുന്നത് 150 മില്യൺ പീപ്പിൾസ് ആയിരിക്കും ഇനി നമ്മുടെ 2021 ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും COVID-19 സിറ്റുവേഷൻ കാരണം എക്സ്ട്രീംലി പോവർട്ടിയിലോട്ട് പുഷ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് ഈ ഒരു റിപ്പോർട്ടിൽ പറഞ്ഞേക്കുന്നത്. അപ്പോൾ മെയിൻലി COVID-19 അതുപോലെ ആംഡ് കോൺഫ്ലിക്റ്റും ക്ലൈമറ്റ് ചേഞ്ചും ഇതൊക്കെ കാരണമായിരിക്കും 2021 ലാസ്റ്റ് ആകുമ്പോഴത്തേന് ഏകദേശം വേൾഡ് വൈഡ് 150 മില്യൺ പീപ്പിൾ ഈ ഒരു പോവർട്ടിയിലേക്ക് എക്സ്ട്രീം പോവർട്ടിയിലേക്ക് പുഷ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ ഒരു റിപ്പോർട്ട് ഏത് ഓർഗനൈസേഷൻ്റെ ആണ്? എക്സാമ്പിൾ അതായിരിക്കും ചോദിക്കുന്നത്. അതുപോലെ എത്ര മില്യൺ ആൾക്കാരുടെ കാര്യമാണ് പറഞ്ഞേക്കുന്നത് എന്നും ചോദിക്കും. സോ 150 മില്യൺ പീപ്പിൾ ആണ്. സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഈ റിപ്പോർട്ട് ആരുടെയാണ് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഈ റിപ്പോർട്ട് എന്ന് പറയുന്നത് വേൾഡ് ബാങ്കിൻ്റെ റിപ്പോർട്ടാണ്. നെക്സ്റ്റ്, ഓക്കെ, ഇപ്പോൾ റീസെൻ്റ്ലി ഫസ്റ്റ് എവർ ബ്രാൻഡ് ആൻഡ് ലോഗോ ഫോർ ഇന്ത്യൻ കോട്ടൺ റീസെൻ്റ്ലി നമ്മളുടെ ടെക്സ്റ്റൈൽ മിനിസ്റ്റർ ലോഞ്ച് ചെയ്തു. നമ്മുടെ സെൻട്രൽ ടെക്സ്റ്റൈൽ മിനിസ്റ്റർ നമുക്കറിയാം സ്മൃതി സുബിൻ ഇറാനി ലോഞ്ച് ചെയ്തു. സോ ഏതിന് വേണ്ടിയാണ് ഈ ബ്രാൻഡ് ആൻഡ് ലോഗോ ഫസ്റ്റ് എവർ ബ്രാൻഡ് ആൻഡ് ലോഗോ ലോഞ്ച് ചെയ്ത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് ടൈപ്പ് ഓഫ് ടെക്സ്റ്റൈൽ പ്രൊഡക്റ്റിന് വേണ്ടിയാണ് ലോഞ്ച് ചെയ്തത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതെന്ന് പറയുന്നത് ഇന്ത്യൻ കോട്ടന് വേണ്ടിയാണ് ഇത് ലോഞ്ച് ചെയ്തത്. സോ ഫസ്റ്റ് എവർ ബ്രാൻഡ് ആൻഡ് ലോഗോ ഫോർ ഇന്ത്യൻ കോട്ടൺ ലോഞ്ച് ചെയ്ത് നമ്മുടെ യൂണിയൻ ടെക്സ്റ്റൈൽ മിനിസ്റ്ററായ സ്മൃതി സുബിൻ ഇറാനിയാണ് ലോഞ്ച് ചെയ്തത്. നെക്സ്റ്റ്, റീസെൻ്റ്ലി നമ്മുടെ ഇന്ത്യൻ നേവിയുടെ 2 ഹെലികോപ്റ്റേഴ്സ് വഴി ഏരിയൽ സീഡിംഗ് നടത്തിയായിരുന്നു. അപ്പോൾ ഏത് സ്ഥലത്താണ് അത് ചെയ്തത്? സോ ഇന്ത്യൻ നേവിയുടെ ഹെലികോപ്റ്റേഴ്സ് യൂസ് ചെയ്താണ് റീസെൻ്റ്ലി ഒരു ഏരിയൽ സീഡിംഗ് ഇനിഷ്യേറ്റീവ് നടത്തിയത്. 6.25 ടൺ ഓഫ് സീഡ് ബോൾസ് ആണ് ഡ്രോപ്പ് ചെയ്തത്. 6.25 മില്യൺ ടൺസ് ഓഫ് സീഡ് ബോൾസ് ആണ് ഡ്രോപ്പ് ചെയ്തത്. സോ അതുകൊണ്ട് അത്രയും ഹ്യൂജ് എമൗണ്ട് ഓഫ് സീഡ്സ് ആണ് ഡ്രോപ്പ് ചെയ്തത്. അപ്പം എവിടാണ് ഇത് ചെയ്തത്? സോ വിശാഖപട്ടണത്താണ് ഇപ്പോൾ റീസെൻ്റ്ലി ഈ ഒരു ഏരിയൽ സീഡിംഗ് ഇനിഷ്യേറ്റീവ് നടത്തിയത്. ഇന്ത്യൻ നേവിയുടെ ഹെലികോപ്റ്റേഴ്സ് 2 ഹെലികോപ്റ്റേഴ്സ് യൂസ് ചെയ്ത് ഓൾമോസ്റ്റ് 6.25 ടൺ ഓഫ് സീഡ് ബോൾസ് ആണ് ഡ്രോപ്പ് ചെയ്തത്. നെക്സ്റ്റ്, ജൻ ആന്തോളൻ ക്യാമ്പയിൻ ഫോർ COVID-19 അപ്രോപ്രിയേറ്റ് ബിഹേവിയർ ഈ ഒരു സംഭവം ലോഞ്ച് ചെയ്തത് ആരാണ്? ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ COVID-19 സിറ്റുവേഷൻ്റെ സമയത്ത് നമ്മുടെ ആളുകളുടെ ബിഹേവിയർ എങ്ങനെ ആയിരിക്കണം, മാസ്ക് ഓപ്പൺ ചെയ്യുന്നത്, അതുപോലെ എക്കണോമിക്കലി ആ ഒരു സംഭവങ്ങളും പുതിയ എക്കണോമി അതുപോലെ ഫെസ്റ്റിവൽ സീസണൊക്കെ വരുവാണ്, എക്കണോമി റീ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മുടെ ആളുകളുടെ ബിഹേവിയർ എങ്ങനെ ആയിരിക്കണം അതൊക്കെയുള്ള ആ ഒരു സംഭവത്തിൻ്റെ ഒരു ക്യാമ്പയിനിങ് ആണ് ഈ ജൻ ആന്തോളൻ ക്യാമ്പയിൻ ഫോർ COVID-19 അപ്രോപ്രിയേറ്റ് ബിഹേവിയർ എന്ന് പറയുന്നത്. ആരാണ് ഈ ഒരു സംഭവം ലോഞ്ച് ചെയ്തത്? സോ നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ് ഈ ജൻ ആന്തോളൻ ഈ ഒരു സംഭവം ലോഞ്ച് ചെയ്തത്. നെക്സ്റ്റ്, ഓക്കെ, RBIയുടെ 4ാമത്തെ പുതിയ ഡെപ്യൂട്ടി ഗവർണർ ആരാണ്? സോ നമുക്കറിയാം RBIക്ക് ഒരു ഗവർണറും 4 ഡെപ്യൂട്ടി ഗവർണേഴ്സുമാണ് ഉള്ളത്. അപ്പോൾ ആ 4 ഡെപ്യൂട്ടി ഗവർണറിൽ ഇപ്പം 3 ഡെപ്യൂട്ടി ഗവർണർ ഉള്ളതെന്നുള്ളൂ. 4ാമത്തെ ഡെപ്യൂട്ടി ഗവർണർ റിസൈൻ ചെയ്തായിരുന്നു. അപ്പം അതിന് പകരമായിട്ട് പുതിയ ഡെപ്യൂട്ടി ഗവർണറിനെ ഇപ്പോൾ റീസെൻ്റ്ലി അപ്പോയിൻറ്റ് ചെയ്തു. അപ്പോൾ ആരാണ് 4ാമത്തെ പുതിയ ഡെപ്യൂട്ടി ഗവർണർ RBIയുടെ? സോ 4ാമത്തെ പുതിയ RBIയുടെ ഡെപ്യൂട്ടി ഗവർണർ എന്ന് പറയുന്നത് രാജേശ്വർ റാവു ആണ്. പുതിയ ഡെപ്യൂട്ടി ഗവർണർ രാജേശ്വർ റാവു ആണ് ന്യൂ 4th ഡെപ്യൂട്ടി ഗവർണർ ഓഫ് RBI. RBIയെ കുറിച്ച് നമ്മൾ നേരത്തെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. RBIയിൽ നേരത്തെ എക്സാമ്പിൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ. നെക്സ്റ്റ്, ഓക്കെ, ഇന്ത്യൻ എയർഫോഴ്സ് ഡേ നമ്മൾ ഏത് ഡേറ്റിലാണ് ഒബ്സർവ് ചെയ്യുന്നത്? ഇന്ത്യൻ എയർഫോഴ്സ് ഡേ നമ്മൾ ഏത് ഡേറ്റിലാണ് ഒബ്സർവ് ചെയ്യുന്നത്? സോ ഇന്ത്യൻ എയർഫോഴ്സ് ഡേ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് October 8 ഒബ്സർവ് ചെയ്യുന്നത്. സോ ഇത്രയാണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ലാസ്റ്റ് വീക്കിലെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിന് തൊട്ട് മുമ്പുള്ള സെപ്റ്റംബർ 4ാമത്തെ വീക്കിൽ നമ്മൾ ഓൾറെഡി കണ്ട വീഡിയോയിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. Name the operation which was launched by South Eastern Railway to improve security of women passengers. സോ അതെന്ന് പറയുന്നത് ഓപ്പറേഷൻ മൈ സഹേലി ആണ്.
നെക്സ്റ്റ്, നെയിം ദ ബാങ്ക് വിച്ച് ഹാസ് ലോഞ്ച് ഗ്രീൻ ഇനിഷ്യേറ്റീവ് നോട്ട്സ് IBE നോട്ട്. സോ അത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ ബാങ്ക് ആണ് അത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ്, ഓക്കെ, ടാറ്റ സൺസ് has collaborated with which organization to work together in the area of carbon capture, utilization and storage. സോ ഇതിൽ വർക്ക് ചെയ്യാൻ ഇപ്പം നമ്മുടെ ടാറ്റ സ്റ്റീൽസ് ജോയിൻ ചെയ്തിരിക്കുന്നത് CSIRൻ്റെ കൂടെ ചേർന്നാണ്. നമ്മൾ കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിൻ്റെ കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ ടാറ്റ സ്റ്റീൽ ഇപ്പോൾ റീസെൻ്റ്ലി ഈ ഒരു ടൈ അപ്പ് ചെയ്തിരിക്കുന്നത്. ഹു ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് ദ ന്യൂ പ്രസിഡന്റ് ഓഫ് ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി. സോ അതെന്ന് പറയുന്നത് ശേഖർ കപൂർ ആണ് പുതിയ പ്രസിഡന്റ് ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ സൊസൈറ്റിയുടെ. നെക്സ്റ്റ്, ഹു റെപ്രസെൻറ്റ് ഇന്ത്യ അറ്റ് തേർഡ് എഡിഷൻ ഓഫ് G20 ഷെർപ്പ മീറ്റിംഗ് ടുക്ക് പ്ലേസ് വെർച്വലി അണ്ടർ സൗദി അറേബ്യസ് പ്രസിഡൻസി. സോ അതെന്ന് പറയുന്നത് സുരേഷ് പ്രഭു ആണ് നമ്മുടെ G20 കൺട്രീസിൻ്റെ ഷെർപ്പ എന്ന് പറയുന്നത് തന്നെ അപ്പോയിൻറ്റ് ചെയ്തേക്കുന്നത് തന്നെ ഷെർപ്പ എന്ന് അപ്പോയിൻറ്റ് ചെയ്തേക്കുന്നത്. G20 കൺട്രീസിനെയും G7 കൺട്രീസിനെയും ഷെർപ്പയായിട്ട് അപ്പോയിൻറ്റ് ചെയ്തേക്കുന്നത് സുരേഷ് പ്രഭുവിനെയാണ് നമ്മൾ ഇന്ത്യയിൽ നിന്ന് അപ്പോയിൻറ്റ് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ്, ജബൽപൂർ എയർപോർട്ട് ഏത് സ്റ്റേറ്റിലാണ്? സോ ജബൽപൂർ എയർപോർട്ട് എന്ന് പറയുന്നത് മധ്യപ്രദേശിലാണ്. നെക്സ്റ്റ്, നെയിം ദ മിനിസ്ട്രി വിച്ച് ഹാസ് ഓർഗനൈസ് ദി ഫംഗ്ഷൻ ടു ലേ ഫൗണ്ടേഷൻ സ്റ്റോൺ ഫോർ സെൻറ്റർ ഫോർ ഡിസബിലിറ്റി സ്പോർട്സ് അറ്റ് ഗ്വാലിയർ. സോ അത് ലോഞ്ച് ചെയ്തേക്കുന്നത് ഡെഫിനറ്റ്ലി ഇതേപോലെ ഡിസബിലിറ്റി ആയിട്ടുള്ള ആളുകൾക്കൊക്കെ വേണ്ടിയാണ് ഇത് ലോഞ്ച് ചെയ്തേക്കുന്നത്, സ്പോർട്സ് സെൻറ്റർ ലോഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ യൂഷ്വലി ഇതിൽ സ്പോർട്സ് എന്ന് പറഞ്ഞൊരു മിനിസ്ട്രി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഡൗട്ട് വന്നേനെ. സോ ഇവിടെ നമുക്ക് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റ് മാത്രമേ വരത്തുള്ളൂ. ഓപ്ഷൻസ് നോക്കി തന്നെ നമുക്ക് അറിയാൻ പറ്റും. നെക്സ്റ്റ്, which is the first Indian state to ban the sale of unpacked loose cigarette and BDs. സോ അത് ചെയ്തേക്കുന്നത് മഹാരാഷ്ട്രയാണ് അത് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ്, ഇന്ത്യ പ്ലാൻ ടു ബിൽഡ് 100 bedded ക്യാൻസർ ഹോസ്പിറ്റൽ ആൻഡ് 22,000 സീറ്റ് ക്രിക്കറ്റ് സ്റ്റേഡിയം ഇൻ വിച്ച് കൺട്രി. സോ ഇന്ത്യ ഇപ്പോൾ ഇതേപോലത്തെ ഒരുപാട് കാര്യങ്ങൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മെയിൻലി ചെയ്തത് മാൽദീവ്സിന് വേണ്ടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇതേപോലത്തെ എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് കാണുകയാണെങ്കിൽ മാക്സിമം അതിൻ്റെ ആൻസർ മാൽദീവ്സ് തന്നെ ആയിരിക്കും. നെക്സ്റ്റ്, New Development Bank has approved $241 million for which metro rail project? അപ്പം ഏത് പ്രോജക്റ്റിന് വേണ്ടിയാണ് ഈ ഒരു എമൗണ്ട് അലോട്ട് ചെയ്തേക്കുന്നത്? സോ അത് ചെയ്തേക്കുന്നത് മുംബൈ മെട്രോ റെയിൽ പ്രോജക്റ്റിന് വേണ്ടിയാണ് അലോട്ട് ചെയ്തത് ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക്. നിറ്റി ആയോഗ് ഹാസ് സൈൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇൻറ്റൻറ്റ് വിത്ത് വിച്ച് കൺട്രി ഓൺ ഡീകാർബണൈസേഷൻ ആൻഡ് എനർജി ട്രാൻസിഷൻ അജണ്ട. സോ അത് ചെയ്തിരിക്കുന്നത് നെതർലാൻഡിൻ്റെ കൂടാണ് നിറ്റി ആയോഗ് ആ ഒരു ടൈപ്പ് ചെയ്തിരിക്കുന്നത്. ഹു ഹെഡ് ദി പാനൽ കൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ടു എക്സാമിൻ ചൈനീസ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽ. സോ ഇപ്പം ചൈനയായിട്ടുള്ള ഒരു ഡിസ്റ്റർബൻസ് കാരണം ചൈനയിൽ നിന്നുള്ള എല്ലാ നമ്മുടെ ഇന്ത്യയിലേക്കുള്ള ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽസ് എല്ലാം അതേപോലത്തെ എല്ലാ പ്രപ്പോസൽസും ചെക്ക് ചെയ്യാൻ ആരെയാണ് ഒരു കമ്മിറ്റിയെ നിയമിച്ചിട്ടുണ്ട്. അപ്പോൾ ആരാണ് ആ കമ്മിറ്റിയെ ഹെഡ് ചെയ്യുന്നത്? സോ ആ കമ്മിറ്റിയെ ഹെഡ് ചെയ്യുന്നത് അജയ് കുമാർ ഭല്ലയാണ് ആ ഒരു കമ്മിറ്റിയെ ഹെഡ് ചെയ്യുന്നത്. ഓക്കെ, യുണൈറ്റഡ് നേഷൻ ജനറൽ അസംബ്ലിയുടെ എത്രാമത്തെ സെഷനാണ് ആദ്യമായിട്ട് കംപ്ലീറ്റ്ലി വെർച്വലി നടക്കുന്നത്? സോ 75ാമത്തെ യുണൈറ്റഡ് നേഷൻ്റെ ജനറൽ അസംബ്ലി സെഷനാണ് ആദ്യമായിട്ട് കംപ്ലീറ്റ്ലി വെർച്വലി നടക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റൻ ആണ്. ഹു റെപ്രസെൻറ്റ് ഇന്ത്യ അറ്റ് UN സമ്മിറ്റ് ഓൺ ബയോഡൈവേഴ്സിറ്റി. സോ അത് റെപ്രസെൻറ്റ് ചെയ്തത് പ്രവേശ് ജാവേദ്കർ ആണ് റെപ്രസെൻറ്റ് ചെയ്തത്. വേൾഡ് വെജിറ്റേറിയൻ ഡേ ആയിട്ട് നമ്മൾ ഏത് ഡേറ്റിനെയാണോ കാണുന്നത്? സോ October 1 വേൾഡ് വെജിറ്റേറിയൻ ഡേ ആയിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. October 1 നമ്മൾ വേൾഡ് വെജിറ്റേറിയൻ ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത്. Where is the headquarter of Amnesty International located? Amnesty International ഇപ്പം ന്യൂസിലുണ്ട്. Amnesty International ഇപ്പം ന്യൂസിലുണ്ടാകാൻ കാരണം അവർ ഇന്ത്യയിലെ എല്ലാ ആക്ടിവിറ്റീസും കംപ്ലീറ്റ്ലി നിർത്തുവാണ്. അവർ നിർത്തുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് CBIയുടെ ഒരുപാട് എൻക്വയറി അവരുടെ ആ ഒരു ഫിനാൻസ് ഹാൻഡിൽ ചെയ്യുന്നതിൽ വരുന്നുണ്ട്. സോ അത് കാരണമാണ് ആംനസ്റ്റി ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞ വേൾഡിലെ പീസ് കീപ്പിംഗ് ഇതിനൊക്കെ വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ്. അപ്പോൾ ആംനസ്റ്റി ഇൻ്റർനാഷണൽ ഇന്ത്യയിലെ കംപ്ലീറ്റ് ആക്ടിവിറ്റീസും നിർത്തുവാണ്. അപ്പോൾ എവിടെയാണ് ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്? സോ അതെന്ന് പറയുന്നത് ലണ്ടനിലാണ്. PM Modi has inaugurated the first of its kind Ganga Avlogan Museum on River Ganga at which city? So അത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഹരിദ്വാറിലാണ്. Name the person who has been appointed as the chairman of Telecom Regulatory Authority of India. So അതിൻ്റെ പുതിയ ചെയർമാൻ എന്ന് പറയുന്നത് PD വഗേലയാണ് അതിൻ്റെ പുതിയ ചെയർമാൻ. ഹ്യൂമൻ ബൈ നേച്ചർ പ്രിന്റ് ക്യാമ്പയിൻ. ഈ ഒരു ക്യാമ്പയിന് റീസെൻ്റ്ലി നമ്മളുടെ 2020 PATA ഗ്രാൻഡ് ടൈറ്റിൽ അവാർഡ് 2020 ലഭിച്ചായിരുന്നു. മാർക്കറ്റിംഗ് കാറ്റഗറിയിലാണ് ഈ ഒരു അവാർഡ് ലഭിച്ചത്. അപ്പം ഈ ഒരു അവാർഡ് ലഭിച്ചത് ആ ഒരു ക്യാമ്പയിനിങ്ങിനാണ്. ഹ്യൂമൻ ബൈ നേച്ചർ പ്രിന്റ് ക്യാമ്പയിനിങ്ങിനാണ് ലഭിച്ചത്.
അപ്പോൾ ഏത് സ്റ്റേറ്റ് ആണ് ഈ ഒരു ക്യാമ്പയിനിങ് ലോഞ്ച് ചെയ്തത്? ഇത് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ടൂറിസം അവാർഡാണ് ഇതെന്ന് പറയുന്നത്. സോ ഈ ഒരു അവാർഡ് കിട്ടിയത് നമ്മുടെ ഈ കേരളത്തിനാണ്. നേരത്തെ ഉണ്ടായിരുന്ന നിപ്പയും അതേപോലെ ഫ്ലഡൊക്കെ വന്നതിന് ശേഷം നമ്മുടെ ടൂറിസം സെക്ടർ ഭയങ്കര ബാക്കിലോട്ട് പോയായിരുന്നു. സോ അതിനെ തിരിച്ചു വരാൻ വേണ്ടിയാണ് നമ്മുടെ കേരള ഈ ഒരു ക്യാമ്പയിനിങ് സ്റ്റാർട്ട് ചെയ്തത്. സോ ഈ ഒരു ക്യാമ്പയിനിങ് വഴി നമ്മുടെ കേരളത്തിൻ്റെ ടൂറിസം നേരത്തെ ഉണ്ടായതിനേക്കാളും ഓൾമോസ്റ്റ് 14 to 50% സംതിങ് ആണ് ഇൻക്രീസ് ആയത്. സോ ആ ഒരു ക്യാമ്പയിനിങ്ങിനാണ് ഈ ഒരു ടൂറിസം അവാർഡ്, ഈ ഒരു ഇമ്പോർട്ടൻറ്റ് ടൂറിസം അവാർഡ് ലഭിച്ചത്. Name the state unit which has ranked topped in first ever India Happiness Report 2020. സോ ആ ഒരു ഇന്ത്യയുടെ ആദ്യത്തെ ഹാപ്പിനെസ് റിപ്പോർട്ടാണ്. ഇതിൽ ഏറ്റവും ഫസ്റ്റ് വന്നത് മിസോറമാണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ്, ജിമെറ്റ്സ് 2020 ജോയിൻറ്റ് മാരിടൈം എക്സസൈസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് വിച്ച് കൺട്രി. സോ അതെന്ന് പറയുന്നത് നമുക്ക് ജെ കാണുമ്പോൾ തന്നെ അറിയാം, ജപ്പാനും ഇന്ത്യയും തമ്മിലുള്ള മാരിടൈം എക്സസൈസ് ആണ് ജിമെറ്റ്സ് എന്ന് പറയുന്നത്. ജപ്പാൻ ഇന്ത്യ മാരിടൈം എക്സസൈസ് 2020 ആണ് അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. Who has released the book titled A Bouquet of Flowers written by ഡോക്ടർ കൃഷ്ണ സക്സേന. സോ ആരാണ് ആ ഒരു ബുക്ക് എഴുതി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഓദർ ആരാണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ബുക്കിൻ്റെ ഓദർ എന്ന് പറയുന്നത് കൃഷ്ണ സക്സേനയാണ്. ആരാണ് ഈ ബുക്ക് റിലീസ് ചെയ്തത് എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സോ അത് ചെയ്തത് രാജ്നാഥ് സിംഗ് ആണ് അത് ചെയ്തത്. ഉത്തർപ്രദേശ് ഫസ്റ്റ് കൺസർവേഷൻ സെൻറ്റർ ഫോർ vultures was planned to be set at which forest division? സോ അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഗോരഖ്പൂർ ഡിവിഷനിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. The cable stayed bridge constructed across which lake was inaugurated in തെലങ്കാന റീസെൻ്റ്ലി. ആ ഒരു സംഭവം എന്ന് പറയുന്ന ആ ഒരു ബ്രിഡ്ജിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് വേൾഡ് ലോങ്സ്റ്റ് പ്രീകാസ്റ്റ് സെഗ്മെൻ്റൽ സ്പാൻ ബ്രിഡ്ജാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. സോ അത് ബിൽഡ് ചെയ്തിരിക്കുന്നത് ആ ഒരു ലേക്ക് എന്ന് പറയുന്നത് ദുർഗം ചെരുവു ലേക്കിലാണ് ആ ഒരു സംഭവം, ആ ഒരു കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജ് ചെയ്തിരിക്കുന്നത്. ആ ഒരു കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജ് ഉണ്ടാക്കിയിരിക്കുന്നത്. ജമ്മു ആൻഡ് കാശ്മീർ ഹാസ് ഹൗ മെനി ഒഫീഷ്യൽ ലാംഗ്വേജസ്? സോ ജമ്മു ആൻഡ് കാശ്മീരിന് മൊത്തം ഇപ്പോൾ എത്ര ഒഫീഷ്യൽ ലാംഗ്വേജസ് ഉണ്ട്? സോ ജമ്മു ആൻഡ് കാശ്മീർ നേരത്തെ 2 ഒഫീഷ്യൽ ലാംഗ്വേജസ് ഉള്ളായിരുന്നുള്ളൂ. ഇപ്പോൾ റീസെൻ്റ്ലി 3 ലാംഗ്വേജ് കൂടി ചേർത്തായിരുന്നു. അത് നമ്മുടെ പ്രസിഡന്റ് അസെൻറ്റും കിട്ടിയതിൽ. അപ്പം ഇപ്പം ജമ്മു ആൻഡ് കാശ്മീരിന് മൊത്തം 5 ഒഫീഷ്യൽ ലാംഗ്വേജസ് ഉണ്ട്. അപ്പം നേരത്തെ ഉണ്ടായിരുന്നത് നമ്മുടെ ഉറുദുവും ഇംഗ്ലീഷും ആയിരുന്നു നേരത്തെ ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് ഉണ്ടായിരുന്നത്. ഇപ്പം എക്സ്ട്രാ 3 ലാംഗ്വേജ് കൂടി ആഡ് ചെയ്തു. ഏതൊക്കെയാണ് ലാംഗ്വേജ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമ്പിൾ ഓപ്ഷനിൽ തന്നിട്ട് ഇതിൽ ഏതാണ് അല്ലാത്ത അല്ലെങ്കിൽ ഏതാണെന്ന് ചോദിക്കാം. സോ എക്സ്ട്രാ ആഡ് ചെയ്ത 3 ലാംഗ്വേജ് എന്ന് പറയുന്നത് കശ്മീരിയും ഹിന്ദിയും ഡോഗ്രിയും ആണ് ആഡ് ചെയ്തത്. നെക്സ്റ്റ്, ഹൗ മച്ച് വാസ് extended as financial assistance by India to Sri Lanka for promotion of Buddhist ties between 2 countries. സോ അത് എന്ന് പറയുന്നത് മൊത്തം $15 million ആണ് ചെയ്തിരിക്കുന്നത്. വിച്ച് ബാങ്ക് ഹാസ് ലോഞ്ച് ഇന്ത്യസ് ഫസ്റ്റ് വെയർഹൗസ് കോമഡിറ്റി ഫിനാൻസ് ആപ്പ്? സോ അത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് HDFC ബാങ്ക് ആണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. നെയിം ദ പേഴ്സൺ ഹു ഹാസ് ബീൻ റോബ്ഡ് ബൈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫോർ ദി കസ്റ്റമർ അവയർനെസ് ക്യാമ്പയിൻ. സോ നമ്മുടെ അമിതാഭ് ബച്ചനെയാണ് ഇപ്പം RBI അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത് കസ്റ്റമേഴ്സ് അവയർനെസ് ക്യാമ്പയിനിങ്ങിന് വേണ്ടി. Where is the headquarters of United Nations World Tourism Organization located? So അത് ലൊക്കേറ്റ് ചെയ്യുന്നത് സ്പെയിനിലാണ്. നെക്സ്റ്റ്, which organization has announced a hackathon named കൃത്യജ്ഞയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് കൃഷി ടെക്നിക് ഗ്യാൻ എന്നാണ്. അണ്ടർ NAHEP to promote farmer mechanization. അപ്പോൾ ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് ആണ്, ICAR ആണ് ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ഹാസ് ബീൻ ഒഫീഷ്യലി റീനെയിംഡ് ആസ് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ. സോ എന്തായിട്ടാണ് റീനെയിം ചെയ്തത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ആയിട്ടാണ് റീനെയിം ചെയ്തിരിക്കുന്നത് റീസെൻ്റ്ലി. അപ്പോൾ ആരാണ് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ? സോ ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് സുരേഷ് ചന്ദ്ര ശർമ്മയാണ് ആദ്യത്തെ ചെയർമാൻ. Which ministry has announced the setting up of plastic parks throughout the country? So plastic parks നമ്മുടെ ഇന്ത്യയിൽ മൊത്തം throughout the country കൊണ്ടുവരാൻ ഇപ്പം റീസെൻ്റ്ലി അനൗൺസ് ചെയ്ത് സെറ്റപ്പ് ചെയ്യാൻ അനൗൺസ് ചെയ്ത് കെമിക്കൽ ആൻഡ് ഫെർട്ടിലൈസേഴ്സ് മിനിസ്ട്രിയാണ്. India's first regional rapid transit system train will provide its service to Delhi, Ghaziabad, Meerut റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം ബൈ വിച്ച് ഇയർ? അപ്പോൾ ഏത് വർഷമാകുമ്പോഴത്തേനാണ് ആ ഫസ്റ്റ് റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം കംപ്ലീറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ അത് 2022 ആകുമ്പോഴത്തേനാണ് അത് സർവീസ് തുടങ്ങാൻ പോകുന്നത്. ഇപ്പോൾ അതിൻ്റെ ട്രയൽസും അതേപോലത്തെ കാര്യങ്ങളും കൺസ്ട്രക്ഷനൊക്കെ നടക്കുകയാണ്. ഹൗ മച്ച് വർത്ത് ലോൺ വാസ് അപ്രൂവ്ഡ് ബൈ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഫോർ അർബൻ പ്രോജക്ട്സ് ഇൻ രാജസ്ഥാൻ, മധ്യപ്രദേശ്? സോ മൊത്തം 570 million ആണ് നമ്മുടെ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഇപ്പോൾ റീസെൻ്റ്ലി ലോണായിട്ട് അപ്രൂവ് ചെയ്തിരിക്കുന്നത്. Which country has signed MOU with India to increase cooperation in intellectual property rights? സോ അത് ചെയ്തിരിക്കുന്നത് ഡെൻമാർക്ക് ആയിട്ടാണ്.
who has virtually represented the National Service Scheme Award for the year 2018-2019. So National Service Scheme Award എപ്പോഴും കൊടുക്കുന്നത് നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് ആണ് കൊടുക്കുന്നത്. സോ ഇപ്പം രാംനാഥ് കോവിന്ദ് ആണ് അത് കൊടുത്തത്. Who among the following has won the AIFF Women's Footballer of the Year Award 2019-2020? So ആ അവാർഡ് ലഭിച്ചത് സഞ്ജു യാദവിനാണ് ആ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. Which country hosted the virtual ministerial roundtable dialogue on biodiversity beyond 2020? ഇമ്പോർട്ടൻ്റ് ആണ് ബയോഡൈവേഴ്സിറ്റി ബിയോണ്ട് 2020. സോ അത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് റെപ്രസെൻറ്റ് ചെയ്ത് പ്രകാശ് ജാവേദ്കർ ആണ് റെപ്രസെൻറ്റ് ചെയ്തത്. സോ ഈ ഒരു സംഭവം ഹോസ്റ്റ് ചെയ്തത് ചൈനയാണ് ഹോസ്റ്റ് ചെയ്തത്. ഇന്ത്യ പാർട്ട്നർഡ് വിത്ത് വിച്ച് കൺട്രി ടു ഡെവലപ്പ് ഹൈടെക് വെപ്പൺ സിസ്റ്റം? സോ ഹൈടെക് വെപ്പൺ സിസ്റ്റംസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ എപ്പോഴും ഇന്ത്യ എന്താ പറയുക പാർട്ട്ണർ ചെയ്യുന്നത് മോസ്റ്റ്ലി നമ്മുടെ ഇസ്രായേലുമായിട്ടാണ് ചെയ്യുന്നത്. Who has addressed the Fit India dialogue on the first anniversary of Fit India movement? So definitely നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്ര മോദിയാണ് ഫിറ്റ് ഇന്ത്യ ഡയലോഗിനെ അഡ്രസ്സ് ചെയ്തത്. In which state foundation stone for one of the first medical device park in the country was laid recently? So ആദ്യത്തെ നമ്മുടെ ഇന്ത്യയുടെ മെഡിക്കൽ ഡിവൈസ് പാർക്ക് വരാൻ പോകുന്നത് നമ്മുടെ കേരളത്തിലാണ്. കേരളത്തിലെ ട്രിവാൻഡ്രത്താണ് ആ മെഡിക്കൽ ഡിവൈസ് പാർക്ക് വരാൻ പോകുന്നത്. India has extended financial assistance of 96 crore rupee to which country as post-earthquake construction assistance? So ഈ ഒരു കൺട്രിയിൽ എർത്ത് വന്നപ്പോൾ ആദ്യമേ റെസ്പോണ്ട് ചെയ്തു ഇന്ത്യ ആയിരുന്നു. സോ നേപ്പാളിന് വേണ്ടിയാണ് 96 crore rupees ഇപ്പോൾ റീസെൻ്റ്ലി ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്തത്. Which organization released technology vision for cyber security for Urban Cooperative Bank? അപ്പം ഈ ഒരു സംഭവം റിലീസ് ചെയ്ത് RBI ആണ് റിലീസ് ചെയ്തത്. Indian Railway has extended the MOU with which IIT for modernization of railway infrastructure? So നേരത്തെ ഈ ഒരു MOU ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ MOU എക്സ്റ്റെൻഡ് ചെയ്യുക ചെയ്തത്. അപ്പോൾ ആ MOU നേരത്തെ ഉള്ളത് IIT കാൺപൂറുമായിട്ടാണ്. Which state has won UN Interagency Task Force Award 2020 for its contribution towards the Sustainable Development Goals related to the non-communicable diseases? So അത് ലഭിച്ചിരിക്കുന്നത് നമ്മുടെ സ്റ്റേറ്റ് കേരളയ്ക്കാണ്. നെക്സ്റ്റ്, who has become the first woman fighter pilot of India to fly the Rafale combat aircraft? So അത് ശിവാൻഗി സിംഗ് ആണ്. External Affairs Minister S. Javadekar represent India at annual informal meeting of SAARC Council of Ministers chaired by which country? So ഏത് കൺട്രിയാണ് അത് ചെയർ ചെയ്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ SAARC Council of Ministerസിൻ്റെ ഒക്കെ മീറ്റിംഗ് നടക്കുമ്പോൾ ഏത് കൺട്രിയാണ് ചെയർ ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നേപ്പാളാണ് ഇപ്പം ചെയർ ചെയ്യുന്നത്. What is the India's rank in World Risk Index 2020 released by United Nations University Institute for Environment and Human Security? സോ ഈ അവാർഡ് സിംപ്ലി നമ്മുടെ വേൾഡ് റിസ്ക് ഇൻഡെക്സ് 2020 ഇന്ത്യയുടെ റാങ്ക് എത്രയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ അതെന്ന് പറയുന്നത് 89 ആണ് ഇന്ത്യയുടെ റാങ്ക്. Indian Navy has conducted a 2 days long passage exercise passes which country in East Indian Ocean region? സോ എവിടെയാണ് നടത്തിയത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈസ്റ്റ് ഇന്ത്യ ഓഷ്യൻ റീജിയൻ ആണ്. ആ സ്ഥലം ഓർത്ത് നോക്കുക. സോ അത് ഇപ്പം റീസെൻ്റ്ലി ആ ഒരു എക്സസൈസ് നടത്തിയത് ഓസ്ട്രേലിയയുമായിട്ടാണ്. ലാസ്റ്റ്, ഫെഡ് കപ്പ് വിച്ച് വാസ് റീനെയിംഡ് ആസ് ദി ബില്ലി ജീൻ കിങ് കപ്പ്. ആ റീനെയിം ചെയ്തേക്കുന്ന പുതിയ പേരും ആ പഴയ പേരും രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഈസ് ദി വുമൺസ് വേൾഡ് കപ്പ് ഓഫ് വിച്ച് സ്പോർട്ട്? അപ്പോൾ ഈ ഫെഡ് കപ്പ് അല്ലെങ്കിൽ ബില്ലി ജീൻ കിങ് കപ്പ് എന്ന് പറയുന്ന പുതിയ പേര് ഈ ഒരു സംഭവം എന്ന് പറഞ്ഞ ഈ ഒരു സ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഏത് സ്പോർട്ടുമായിട്ട് റിലേറ്റഡ് ആണ്? സോ അതെന്ന് പറയുന്നത് ടെന്നീസുമായിട്ട് റിലേറ്റഡ് ആണ്. സോ ഇത്രയാണ് നമ്മളുടെ ലാസ്റ്റ് വീക്കിൽ നമ്മൾ കണ്ട കറണ്ട് അഫയേഴ്സിൻ്റെ നിന്നുള്ള ഇമ്പോർട്ടൻറ്റ് റിവിഷൻ ക്വസ്റ്റ്യൻസ്. അപ്പം നമ്മൾ ലാസ്റ്റ് വീക്കിലെ ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സും അതിന് മുമ്പുള്ള വീക്കിലെ ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസും ആണ് ഇപ്പം കണ്ടത്. ഇനി നമുക്ക് നെക്സ്റ്റ് വീക്ക് വീണ്ടും കാണാം. ഇപ്പം പോയ ഈ വീക്കിലെ ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സും ആയിട്ട്. സോ എല്ലാവരുടെയും CSSൻ്റെ ഒക്കെ എക്സാം നടക്കുകയാണ്. സോ ഓൾ ദി ബെസ്റ്റ് എക്സാം അറ്റൻഡ് ചെയ്യുന്നവർക്ക്. ആൻഡ് ബാക്കി ഇനിയും ബാങ്കിൻ്റെയൊക്കെ IBPS ക്ലർക്കിൻ്റെ എക്സാംസും അല്ലാത്ത എക്സാംസ് എല്ലാം വരുന്നുണ്ട്. അതേപോലെ SSCയുടെ വേരിയസ് എക്സാംസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷനൊക്കെ വന്നിട്ടുണ്ട്. SSC JEയുടെയും അതേപോലെ SSC സ്റ്റെനോഗ്രാഫറുടെയൊക്കെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ആക്റ്റീവാണ്. സോ അപ്ലൈ ചെയ്യാനുള്ളവർ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ആ കൂടെ വന്നേക്കുന്ന നോട്ടിഫിക്കേഷൻ നല്ലപോലെ വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. ബിക്കോസ് ചില ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പോൾ ചേഞ്ചസ് എന്തൊക്കെയാണ് എന്നുള്ളത് നല്ലപോലെ വായിച്ച് നോക്കി അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളത് വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. സോ നമുക്ക് നെക്സ്റ്റ് വീക്ക് വീണ്ടും കാണാം. ഈ പോയ വീക്കിൻ്റെ ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സുമായിട്ട് എല്ലാവരും നല്ലപോലെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. താങ്ക് യു.